കുട്ടികളായിരുന്നു മിഥുനപ്പള്ളി മുതൽ ഇങ്ങോട്ടിന് വരുന്നവരായ ഓരോരുത്തരും. അപ്പൊ അവർക്കെല്ലാവർക്കും സ്വാമിജിയുടെ ആ ഒരു ഗുരുകടാക്ഷം സിദ്ധിച്ചിരിക്കണോ. ആ ഗുരുകടാക്ഷത്തെ കുറിച്ചാണ്. അതിൽ വലിയൊരു കടാക്ഷം വേറെ ഇല്ല. ചൊറ്റാനിക്കലമ്മയുടെ കടാക്ഷമായാലും ഗുരുവായൂരപ്പന്റെ കടാക്ഷമായാലും അതെല്ലാം ഗുരുകടാക്ഷമാണ് എന്ന് ഗുരുവായൂരപ്പൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദ്വാരകയിൽ തന്റെ കൂട്ടുകാരനായ സുദാമാവിനോട് പറയണോ, ഗുരോരനുഗ്രഹേണൈവ. നമ്മൾ രണ്ടുപേരും ക്ലാസ്മേറ്റ്സായി കൊണ്ട് പഠിക്കുന്ന കാലത്ത് പഠിക്കണതിലൊന്നും വലിയ താല്പര്യമില്ല വെച്ചാലും വേണ്ടി. അത് പഠിക്കുന്ന കാലത്തല്ലേ അവർക്ക് അങ്ങനെയാവുമല്ലോ, കളിക്കുക എന്നുള്ളതാവുമല്ലോ. അനധ്യായം വരുമ്പോഴാണോ കൂടുതൽ സന്തോഷമാവുക, ഹോളിഡേ ആവുമ്പോഴാണോ കൂടുതൽ സന്തോഷമാവുക. അങ്ങനെ ഒരു ഹോളിഡേ വന്നപ്പോ വിറകില്ലായിരുന്നു ഗുരുപത്നി പറഞ്ഞപ്പോ ഞങ്ങൾ കൊണ്ടുവരാനുള്ള ഉത്സാഹമല്ല, കളിച്ചു നടക്കാലോ എന്ന് വിചാരിച്ച് കളിച്ച് രസിച്ച് നടന്നുകൊണ്ട് അങ്ങനെ പോയതായ ആ മധ്യപ്രദേശത്തിലായിരുന്നു ഭഗവാൻ പഠിച്ചതായ പാഠശാല സന്ദീപനി ആശ്രമം. ഇന്നും ആശ്രമം അവിടെയുണ്ട്. അന്ന് വിറകിന് പോയതായ വഴികളുണ്ട്. അന്ന് പൊട്ടിച്ചതായ വിറകിന്റെ മരം അവിടെയുണ്ട്. 2011 അവിടേക്ക് ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ടുപോവുകയുണ്ടായി. അനിയൻ നാരായണദാസിനോട് കൂടിയിട്ട് കുറെ വായനക്കാരോട് കൂടി ഉജ്ജയിനിക്ക് അടുത്തുള്ളതായ ആ ഭഗവാൻ പഠിച്ചതായ ആശ്രമത്തിലെ സന്ദീപനി മഹർഷിയുടെ ശിക്ഷണത്തിലുള്ളതായ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഭഗവാൻ കൂട്ടുകാരനോട് കുചേലനോട് സുദാമാവിനോട് പറയുമ്പോൾ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഒരാൾ പരിപൂർണനാവണത്. നമ്മളാരും പരിപൂർണന്മാരല്ല. പരിപൂർണതയെ മറന്ന് മായയുടെ മറയാൽ ഈ ലോകത്തിൽ എത്തിച്ചേർന്ന ഓരോ ജീവന്റെയും തിരിച്ചുള്ള ആ പരിപൂർണതയിലേക്കുള്ളതായ എത്തിച്ചേരല് ജീവാത്മാവായ നമ്മൾ പരമാത്മാവായി മാറുന്നതായ അവസ്ഥ അത് ഗുരോരനുഗ്രഹേണൈവ എന്ന് ഗുരുവായൂരപ്പൻ തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറയണത്. അതുകൊണ്ട് ഗുരുനാഥനായ ഗുരുവായൂരപ്പദാസ സ്വാമികൾ 2003 ഓഗസ്റ്റ് 26 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. എങ്കിൽ മഹാത്മാക്കളെല്ലാം അങ്ങനെയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തല്ല. അവർ ജീവനായി മാറുമ്പോഴാണ് അവരുടെ ചൈതന്യം കൂടുതൽ ലോകത്തിലേക്ക് പ്രകാശമായിട്ട് കടന്നു വരിക. അത് മഹാത്മജിയുടെ കാര്യമെടുത്താലും വിവേകാനന്ദ സ്വാമികളുടെ കാര്യമെടുത്താലും ഈ ജ്യോതിസ് കണ്ടതായ 1200ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാലടിയിൽ വന്ന് അവതരിച്ചതായ ആദിശങ്കരാചാര്യ സ്വാമികളുടെ കാര്യമെടുത്താലും മഹാത്മാക്കളെല്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവർത്തിച്ച പ്രവൃത്തികൾ മറ്റൊരാൾക്കും പറ്റാത്ത രീതിയിലായിരുന്നു. അവരുടെ നിസ്സാരമായ 32 വയസ്സിനുള്ളിലാണ് അദ്വൈത ആചാര്യനായ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും. 40 വയസ്സിനുള്ളിലാണ് വിവേകാനന്ദ സ്വാമികളുടെ എല്ലാ പ്രവൃത്തികളും. ആ പ്രവൃത്തികൾ കഴിഞ്ഞ് അവര് വിശ്രമിക്കുകയല്ല, നിവൃത്തി നിരതരായ അവർ വീണ്ടും ലോകത്തിന്റെ വഴികളിലേക്ക് വഴികാട്ടികളായിട്ട്. വേദത്തിലൊരു മന്ത്രമുണ്ട്, വഴികാട്ടികൾക്കായിട്ട് നമസ്കാരം. നമ്മുടെ മുമ്പ് വന്ന ജന്മമെടുത്ത് നമുക്ക് ജീവിതത്തിന്റെ വഴി കാട്ടി തന്നവരായ ആ ഋഷി വൃന്ദങ്ങൾക്കായിട്ട് നമസ്കാരം എന്നൊരു വേദമന്ത്രമുണ്ട്. അത്തരത്തിൽ അവർ വീണ്ടും വഴികാട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ 50-ാം വർഷത്തിൽ ഈ സപ്താഹത്തിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെ ആസൂത്രണം എന്ന് ചോദിക്കുകയാണ്. ചില സംശയമില്ല, അദ്ദേഹം പറയാം ഗുരുവായൂരപ്പദാസ സ്വാമികൾ തന്നെ. അദ്ദേഹത്തിന്റെ 50-ാം വർഷമായല്ലോ എന്നുള്ള സന്തോഷം തന്നെ മഹാത്മാക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാവാനിട വന്നാൽ പിന്നെ അവരുടെ ഒരു അനുഗ്രഹത്തിന് കണക്കില്ല. അത്തരത്തിൽ സ്വാമിജി തന്നെ വന്ന് നമുക്കെല്ലാം കാണാൻ പാകത്തിനായിരുന്നു 2003 വരെയെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റാത്ത രീതിയിലും നമ്മളെ ഇങ്ങോട്ട് കാണാവുന്ന കാഴ്ച ശക്തിയോടുകൂടിയായിട്ടും ഗുരുവായൂരപ്പദാസ ഗുരുനാഥന്റെ ആ സാന്നിധ്യമാണ് എൻ്റെ ഈ വാക്കുകളിൽ പോലും ഉള്ളതായ ശക്തി എന്ന് പറയട്ടെ. അപ്പൊ ഗുരുനാഥൻ എന്ന ആ പദത്തിൽ തന്നോടൊപ്പം വന്ന് തന്നെ ആശ്രയിച്ചവരായ, തന്റേതായ വഴികൾ സ്വീകരിച്ചവരായ അവരെ പരമലക്ഷ്യത്തിൽ എത്തിച്ചേർക്കുക എന്നതുവരെ അവർക്ക് വിശ്രമമില്ല. അന്ന് സ്വാമിജിയോട് എനിക്ക് വായിക്കാൻ മോഹക്കണ്ട, സ്വാമിജി അനുഗ്രഹിക്കണം പറഞ്ഞ് അനുഗ്രഹം തന്നു എങ്കിൽ ആ അനുഗ്രഹങ്ങൾ പിന്നീട് അനേക പേർക്ക് വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ എത്രയോ ഭാഗവത കൂട്ടുകാര് ബ്രഹ്മസം നടത്തുന്നതായിട്ടും എൻ്റെ നേരെ അനിയന്മാരായിട്ടും മറ്റ് ഇല്ലത്തെ അമ്മാപ്പയൊക്കെ ബന്ധുക്കളായിട്ടും കൂടാതെ വേണുവിനെ പോലെ ഈ യാത്രയിൽ പരിചയപ്പെട്ട കേശവന്റെ കൂടെ ഞാനെന്ത് അങ്ങോട്ട് പോന്നാലോ എന്ന രീതിയിൽ വന്നവര് ഇവിടെ മറ്റന്നാൾ വരും. പത്തനപ്പള്ളി
കൃഷ്ണയ്യർ. ട്രൗസറിട്ട് മുത്തശ്ശന്റെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു എൻ്റെ വേദിയിലേക്ക് ആദ്യം. തലോർ എന്ന ഒല്ലൂരിനടുത്താണ് എൻ്റെ മഠം. മുത്തശ്ശന്റെ കൂടെ അവിടെ സപ്താഹം നടക്കുമ്പോൾ 8ാം ക്ലാസ്സുകാരനായിട്ട് മുത്തശ്ശന്റെ കൈ പിടിച്ചുകൊണ്ട് വേദിയിൽ വന്നിരുന്ന ആളാണ് പുത്തനപ്പള്ളി കൃഷ്ണയ്യർ. അത്തരത്തിൽ ഓരോരുത്തരും കുട്ടികളായി പ്രഭാതൻ പറയുന്നത് പോലെ കൗമാരപ്രായത്തിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാധിച്ചാലേ യൗവനത്തിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും നമ്മൾ നിർഭയരായി ഭഗവാനെ അഭയം പ്രാപിക്കുന്നവരായിട്ട് മാറുകയുള്ളൂ എന്ന രീതിയിൽ അവർ പലരും കുട്ടികളായി യൗവനയുഗതരായി വന്നവരാണ്. വേണുവിൻ്റെയും പരമതലത്തിലാണ് എല്ലാം ഭഗവാന്റെ തന്നെ നിശ്ചയങ്ങൾ. യദൃച്ഛയ യാദൃച്ഛികം എന്നൊരു സംസ്കൃത വാക്കിന്റെ അർത്ഥം മിഥുനപ്പള്ളിയുടെ സംസ്കൃത MA B.Ed 3 കൊല്ലം സ്കൂളിൽ മാഷൊക്കെ ആയിട്ട് അതന്നെ കൊടുത്ത കാശുകൾ തന്നെ മേടിച്ചിട്ട് വേണ്ടെന്ന് വെച്ച് ഭാഗവത പ്രചാരകനായി സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ വാസുദേവനാണ് ഒരിക്കലും ഈ യാദൃച്ഛികം നമ്മൾ പറയുന്നതായ ആക്സിഡന്റ് എന്നതിൻ്റെ സംസ്കൃത പര്യായമല്ലേ എന്ന് ചോദിച്ചാൽ ആക്സിഡന്റ് എന്നുള്ളൊരു സംസ്കൃത പര്യായമില്ല. ആക്സിഡന്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാതെ പെട്ടെന്ന് സംഭവിച്ചതായ സംഭവ വികാസങ്ങളെയാണ്. യാദൃച്ഛികം എന്ന സംസ്കൃത വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. ആ വാക്കിനർത്ഥം യാതൊരാളുടെ ഇച്ഛ കൊണ്ട്. ആ യാതൊരാൾ ആരാണ്? ഭഗവാൻ. ഭഗവാന്റെ ഇച്ഛ കൊണ്ടല്ലാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് നമ്മൾ യാദൃച്ഛികം എന്ന പേരിൽ നമുക്ക് പെട്ടെന്നായി തോന്നുന്ന ആക്സിഡന്റ് പോലും സംഭവിക്കുന്നത് അത്തരത്തിൽ ഭഗവാന്റെ നിശ്ചയമാണ്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ നിശ്ചയിച്ചതാണ്. വേണു എന്ന സുഹൃത്തും അത്തരത്തിൽ വേണുവിന്റെ നാട്ടിൽ വണ്ടൂര് കൃഷ്ണയ്യരുടെ ഒരു വായനയ്ക്ക് പ്രഭാഷണത്തിനായിട്ട് ഞാൻ ചെന്ന് കമ്മിറ്റിക്കാരനായിട്ട് അവിടുത്തെ അമ്പലത്തിൽ തിടമ്പക്കെടുക്കുന്നതായ കുടുംബ പാരമ്പര്യവും വേണുവിനാണ്. എന്നെ അംബാസഡർ കാറിൽ രാത്രി ഇല്ലത്ത് പ്രഭാഷകനായി എന്നെ തിരിച്ചു കൊണ്ടുവന്നതായ കൂട്ടുകാരനായിരുന്നു വേണു. പിന്നീട് എന്നോട് കേശവന്റെ കൂടെ ഞാനിങ്ങനെ കൂടി എൻ്റെ കൂടെ കൊണ്ടുവച്ചപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് ചുമ്മാതിരിക്കുക. എൻ്റെ കൂട്ടുകാരൻ ചിലരൊക്കെ ആ ഫീൽഡിലുള്ളതുകൊണ്ട് അവരൊക്കെ കൂടെ എന്നെ ഒരു പ്രഭാഷണം കേട്ടിട്ട് അങ്ങനെ വലിയ ഭക്തിയായി എന്നുള്ളത് കൊണ്ട് താൻ പിന്നാലെ കൂടിയിട്ട് കയറി. എന്നെ തിരിച്ചറിയൽ അത്ര എളുപ്പമല്ല. എങ്കിലും എൻ്റെ പിന്നാലെ നടക്കുമ്പോൾ കുറേ കേശവട്ടം ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് മനസ്സിലാവും. വേഷം കെട്ടുകൾ പലതും ഉണ്ടല്ലേ എന്ന് മനസ്സിലാവും. അതൊക്കെ മനസ്സിലായിട്ട് പതുക്കെ മതി എന്ന രീതിയിൽ പിന്നെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് 2008 ഈ ജാനകിരാമയുടെ സന്നിധിയിലേക്ക് ഇതാ ഒരു എന്ന് വന്നുകൊണ്ടാണ് വേണുവിൻ്റെ ഈ ഭാഗവത യോഗത്തിലെ കൂട്ടുകാരനായിട്ട് മാറുന്നത്. ഞാനത് ഓരോരുത്തരെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് തന്നെ സമയം. അപ്പം അത്തരത്തിൽ ഈ ഭാഗവത സൗഹൃദം കഴിഞ്ഞ കൊല്ലം വരെ ഞാനിവിടെ വരാറുന്നില്ല. എങ്കിലും എൻ്റെ പേര് വെച്ചിട്ടാണ് നോട്ടീസ് വയ്ക്കാം. പെരുമ്പള്ളി കേശവനമ്പൂതിരിയും സുഹൃത്തുക്കളും എന്നങ്ങനെ ആ കഴിഞ്ഞെടുത്ത നോട്ടീസ് നോക്കിയിട്ട് അവരങ്ങനെ വെക്കാം. അതിൻ്റെ നേതൃത്വം കൊറോണയ്ക്ക് ശേഷം ഇത് വേണുവാണ് മുടങ്ങാതെ നടത്തി വരണത്. അതിന് മുൻപ് അനിയൻ നാരായണദാസ് കാപ്പുറത്തിൽ വരുകയുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു, വൃന്ദാവനത്തിലായിരുന്നു. ഞാനിനി ഇങ്ങോട്ടില്ല എന്നൊരു തീരുമാനമെടുത്തതായിരുന്നു. അവിടെയുള്ള രാധാറാണിയുടെ ദാസനായിട്ട് സ്വയം എൻ്റെ പേര് മാറ്റിയതായിരുന്നു. രാധാറാണി തന്നെ ബോസ് പറയുന്നതാണല്ലോ ദാസൻ കേൾക്കേണ്ടത്. ബോസിന്റെ കൽപ്പന എന്ന് പറയേണ്ടി വരും. ഇവിടെ അങ്ങനെ കിടന്ന് വട്ടം തിരിഞ്ഞ് രാധേ രാധേ എന്ന് പറയുന്നതിനേക്കാൾ അത്രയൊന്നും പ്രായമായിട്ടില്ല, വയ്യാണ്ടായിട്ടില്ല, ആരോഗ്യമുള്ള ഈ കാലത്തോളം ഭാഗവത പ്രചാരകനായിട്ട് തന്നെ സഞ്ചരിക്കൂ എന്ന രാധാറാണിയുടെ കൽപ്പനയും അതൊക്കെ വേണ്ട പോലെ ഏറ്റെടുത്തുന്നു എന്ന ചൊരാനിക്കര അമ്മയുടെ ഒരു നിശ്ചയവും ആയിരിക്കാം. ഒരു പക്ഷേ ചുമ്മാതിരിക്കുന്ന ഞാനിവിടെ വന്നത് ഇങ്ങനെയൊക്കെ 7 ദിവസം കൂടാൻ തീരുമാനിച്ചു. കൊറോണയ്ക്ക് ശേഷം ഞാൻ ചുമ്മാതിരിക്കലാണ്. ഇല്ലത്തെ അമ്മയുടെ കൂടെ കുട്ടിക്കാലത്തെ പോലെ, കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ അല്ലാതെ എന്തെങ്കിലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടിക്കാലത്തെ പോലെ അമ്മയുടെ കൂടെ അങ്ങനെ ഞാൻ ഇങ്ങോട്ടില്ല. അമ്മയുടെ കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് മാസ്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് പറ്റില്ല. ആ ഇഞ്ചക്ഷന് മാത്രമേ മാസ്ക് വെച്ചിട്ട് അമ്മ വീട്ടിൽ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എനിക്ക് പുറത്തേക്ക് പറ്റില്ല എന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് മാതിരി അമ്മയുടെ കൂടെ അമ്മ ഇങ്ങോട്ടില്ല. പക്ഷേ ഞാൻ കൂടി അനിയന്മാരെ അനിയത്തിയോടെ ഉണ്ട്, അവരുടെ കുട്ടികളോടെ ഉണ്ട് എന്നെങ്കിലും പറ്റില്ല. ഞാനും അമ്മയുടെ
അമ്മയുടെ അടുത്തുനിന്ന് എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ചോറ്റാനിക്കര അമ്മ ഇത് ഇവിടെ വന്നാലും അമ്മയുടെ അടുത്ത് തന്നെയല്ലേ, അമ്മ ഇവിടെ തന്നെ. ഇന്നലെ പോലപ്പോൾ ചോദിച്ചു എന്നാ കേശവന്റെ കൂടെ ചോറ്റാനിക്കരയ്ക്ക് ഞാൻ വരുന്നുണ്ടായത്. ഹരീഷനൊക്കെ ഉണ്ടായ സമയത്താണ് തോന്നുന്നത് അമ്മ പറഞ്ഞു. പുതുപുതുലായിട്ടുണ്ടാവുമല്ലോ ഞാനും. അപ്പൊ അത്തരത്തിൽ ആ 86 ശേഷമുള്ള ഓരോ വർഷങ്ങളിലും അമ്മയായിട്ടും വല്യമ്മയായിട്ടും ചെറിയമ്മയായിട്ടും അച്ഛപ്പങ്ങളായിട്ടും അമ്മായിയായിട്ടും മുത്തശ്ശിയായിട്ടും അമ്മമാരായ എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഈ സപ്താഹത്തിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. അപ്പോ അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോകാനും വേണ്ടില്ല, ഇവിടെയും അമ്മയല്ലേ എന്നുള്ള ചോറ്റാനിക്കര അമ്മയുടെ ഒരു ചോദ്യം പോലെ ഞാനതിനെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നലെ മുതൽ 7-ാം തീയതി കഴിയുന്നതുവരെ ഉണ്ടാവാം എന്നൊരു തീരുമാനത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ വരാനൊക്കെ ഒരു തടസ്സം വരികയാണെങ്കിൽ അതുകൂടി കുട്ടുശാന്തിക്കാര് പറയുന്നത് മാതിരി പ്രഭാഷണമായിട്ട് നടത്താമെന്ന് വേണു ആണതിൻ്റെ. ഞാനിവിടെ ഒരു പേരും ഫോട്ടോ ഒക്കെ നോട്ടീസിൽ വെച്ചത് വെച്ചാൽ വേണ്ടില്ല, ഞാനങ്ങനെ ഒരു ആക്ടറായിട്ട് ഇരിക്കുന്നുണ്ടാവുള്ളൂ. ആക്ഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സംവിധായകൻ പറയുന്ന പോലെ വേണു തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണുവിൻ്റെ ആദ്യത്തെ പ്രഭാഷണം കൃഷ്ണട്ടം വരണില്ല എന്നാണപ്പോൾ വിവരം കിട്ടിയത് കൊണ്ട് കേശവട്ടം തന്നെ പറഞ്ഞോളൂ എന്നത് ഞാൻ അനുസരിച്ചുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രഭാഷണത്തിനായിട്ട് മറ്റൊരു സുഹൃത്തായ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി 18-19 കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് മേശാന്തി കൂടിയാവാൻ ഭാഗ്യം ശ്രമിച്ചതായ അദ്ദേഹം ഒന്നുകൊണ്ടേയിരിക്കണു. അപ്പോൾ ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഒരു റോളാണ് ഇപ്പോൾ എൻ്റെ ആക്ഷൻ. ഏതായാലും കുറച്ചു നേരമായിട്ട് ഞാൻ എൻ്റേതായ കുറേ കാര്യങ്ങൾ പറയണമെന്ന് ചോദിച്ചാൽ ആദ്യ ദിവസവും തുടക്കവും പരിചയമുള്ളവർ കുറേ മുമ്പിലുള്ളവരും പരിചയമില്ലാത്തവരായിട്ടുള്ളവരും എല്ലാവരും ഒന്നിച്ച് പരിചയപ്പെടണമെന്നതിൻ്റെ ഒരു പരിചയപ്പെടലായിട്ട് കൂടിയാൽ മതി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സത്യം പരം ധീമഹി എന്ന ആദ്യ വിഷയം ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യ അധ്യായത്തിൽ തന്നെയുള്ളതായ ശ്ലോകത്തിലെയാണ്. േനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി സൂരയ യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ഭാംനാസ്വേന സദാവിദസ്തബുഹകം സത്യം പരം ധീമഹി. ഈ സത്യം പരം ധീമഹി എന്ന അവസാന 12-ാം സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ കാണാം. സത്യം പരം ധീമഹിയോടുകൂടി ആരംഭിച്ച് കൃഷ്ണാവതാര സ്തുതികളിലൊക്കെ സത്യം സത്യം എന്നുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടുള്ളതായ ശ്ലോകങ്ങളും എല്ലാ ഭക്തന്മാരുടെ വാക്കുകളും സത്യമാക്കിക്കൊണ്ട് ഞാനിവിടെ ഭക്തരക്ഷകനായിട്ട് വരും എന്ന് പ്രഹ്ലാദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ ആ സത്യം എന്ന പദത്തെ വേദവ്യാസൻ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്നു. സത്യമായിട്ട് ഒന്നേയുള്ളൂ, ഒന്നിൽ നിന്നുണ്ടായതായ മറ്റെല്ലാം, ഒന്നിൽ നിന്ന് രൂപാന്തരപ്പെട്ടതായ 2, 4 തുടങ്ങിയ നാനാത്വങ്ങളെല്ലാം ഉള്ളതായിട്ട് തോന്നുക. ഉണ്മയായി നിത്യമായി സത്യമായി ഒന്നേയുള്ളൂ. ഏകം സദ്വിപ്രാവഹുഭാവദന്തി അഗ്നീയമം പ്രാപരിശ്വാനമാഹു എന്നൊക്കെ വേദത്തിൽ ഏകമായത് ആ സത്ത് മാത്രമാണ്. പിന്നെ സത്തായിട്ടും അസത്തായിട്ടുമുള്ള ഈ സദസൽ ഭാവത്തോടു കൂടിയ പ്രകൃതി പുരുഷഭാവങ്ങളാകുന്ന ഈ ചുറ്റും കാണുന്ന പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ സത്യമായി നമ്മളിൽ തോന്നലുണ്ടാക്കിക്കൊണ്ടിരിക്കണം. പരമസത്യത്തെ മറച്ചുകൊണ്ട് സത്യമല്ലാത്തതിനെ സത്യമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിപ്പിക്കുന്ന ശക്തിക്കാണ് ഭഗവാന്റെ തന്നെ ശക്തിയായ മായ ആ മായയാൽ, ആ മായയാകുന്ന മനസ്സോടുകൂടിയവരായ നമുക്ക് ഇപ്പോൾ ആ പരമസത്യത്തെ കുറിച്ച് പറയപ്പെടും. അതൊക്കെ വെറുതെ ഓരോന്നിങ്ങനെ പടച്ചു വിടുക.
എന്നല്ലാതെ അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ, ശാസ്ത്രമുണ്ടോ എന്ന് ചോദിക്കുന്ന ന്യൂ ജനറേഷനോട് വേദവ്യാസൻ പറയണോ, ഇത് ശാസ്ത്രീയമായിട്ടാണ് പറയണത്, നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് വെറുതെ വിശ്വസിക്കാൻ പറയുകയല്ല, വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ഓരോരോ അതിൻ്റെതായ കാരണ സഹിതമാണ് വിവരിക്കുന്നത്. പരമമായ സത്യം ഒന്നേയുള്ളൂ. ആ സത്യത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട സത്യമെന്ന തോന്നുന്നതായ നിത്യമല്ലാത്തതായ സത്യങ്ങളാകുന്ന ഈ പ്രകൃതി, ആ പ്രകൃതിയെ കുറിച്ച് നിങ്ങൾക്ക് തന്ന ബുദ്ധിയാകുന്ന ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് വെറുതെ യുക്തിവാദിയാവാതെ കണ്ട്, വാദപ്രതിവാദങ്ങൾക്ക് പുറപ്പെടാതെ കണ്ട് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യൂ. അങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ നിത്യമായ സത്യം ഒന്നേ ഉള്ളൂ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മോപദേശത്തിൽ 12-ാം സ്കന്ധത്തിൽ പരീക്ഷത്തിനോടുള്ള ഉപദേശ ഉപസംഹാരത്തിൽ ശുഭമഹർഷി പറയുന്നതായ ഉദാഹരണമാണ് വെളിച്ചം. അതാണ് സത്യം. വെളിച്ചമാകുന്ന സത്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ളതായ തിരിയുണ്ട്, എണ്ണയുണ്ട്, വിളക്കുണ്ട്. അതിനെല്ലാം മാറ്റം വന്നുകൊണ്ടേയിരിക്കണം. നിരന്തരമുള്ള പുകയാകുന്ന മാറ്റം പോലും നമ്മൾ കാണുന്നില്ല. വിളക്ക് കത്തുണ്ട് കേട്ടോ, കെടാറായി തുടങ്ങിയെന്ന് തോന്നുന്നത്. കാരണം അതിൽ എണ്ണ കുറച്ച് കുറവാണ്. ആരെങ്കിലും ഒന്ന് എണ്ണ ഒഴിക്കുകയോ നല്ലത്. എണ്ണ കുറച്ച് ഒഴിച്ചാൽ തിരിയിലത്തെ എണ്ണ പോകാത്തതുകൊണ്ട് അങ്ങനെ പടുതിരി കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വേഗിച്ചതൊക്കെ എടുത്ത് അതും നല്ലതാണ്. അപ്പൊ പ്രകാശത്തിന്റെ പിന്നിൽ ആ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതായ പ്രകൃതി എന്നത് വിളക്കാണ്, വിളക്കിലൊഴിച്ച എണ്ണയാണ്, എണ്ണയിലിട്ട തിരിയാണ്, തിരിയിലാണ് ആ പ്രകാശം. തിരിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു വിളക്ക് എന്ന സംവിധാനം പോലെ ഈ പ്രപഞ്ചമാകുന്ന വെളിച്ചത്തിന്റെ പിന്നിൽ, പ്രപഞ്ചത്തെ വെളിച്ചമായി നമ്മൾ കാണുന്നു എങ്കിൽ, പ്രപഞ്ചത്തെ സത്യമായിട്ട് നമ്മൾ കാണുന്നു എങ്കിൽ, ഈ പ്രപഞ്ചം സത്യമാണ്, അതിനപ്പുറത്തേക്കൊരു ഈശ്വരനെ കുറിച്ചോ ലോകത്തെ കുറിച്ചോ പറയുന്നത് വെറും മിഥ്യയാണ് എന്നതിനെ കുറിച്ച് അത് ശരിയല്ല എന്ന് നമ്മൾ വാദിക്കാൻ പുറപ്പെട്ടാൽ ആ വാദഗതിക്കുള്ള മറുവാദമാണ് ഇവിടെ പറയുന്നതായ ഈ വക ഉദാഹരണങ്ങൾ. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളെ കൊണ്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ലാട്ടോ എന്ന് മറ്റൊരു ഭാഗത്ത് ഭാഗവതത്തിൽ രഘൂഗണ സംവാദത്തിൽ ഭരതൻ രഘൂഗണനോട് പറയേണ്ട. കാരണം നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നതെല്ലാം പ്രകൃതിയാണ്. ആ പ്രകാശത്തിന്റെ ഏതോ ചില നിഴലുകൾ മാത്രമാണ്. ആ നിഴലുകളെ കണ്ടുകൊണ്ട് സത്യം എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? എങ്കിലും നമ്മൾ സത്യത്തിൽ നിന്ന് വളരെ വളരെ ദൂരെയായവരായതുകൊണ്ട് ആ നിഴല് കണ്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുകയാണ് ഈ നിഴലിന് പിന്നിലൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിന്റെ പിന്നിൽ സത്യമായ, നിത്യമായ, ചൈതന്യമായ, സച്ചിത ആനന്ദമായ ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത്ര പിടിക്കണില്ല. ഭഗവതി എന്ന് പറയുന്നത് ശ്രീകോവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചാൽ മതിയോ എന്ന രീതിയിൽ ചിന്തിക്കുന്നവരോട്, ഒരു ശില്പിയുടെ കലാരൂപമായ വിഗ്രഹമല്ലേ അത് എന്ന് ചിന്തിക്കുന്നവരോട് ഭാഗവതം പറയണു, ഭഗവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പിടിക്കണില്ല. അതിന് പര്യായമായിട്ടൊരു പദമുണ്ട്, ബ്രഹ്മം. ബ്രഹ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം ബൃഹത്തായത്, ഏറ്റവും വലിയതാണ്. അതിനേക്കാൾ വലിയതായിട്ട് മറ്റൊന്നില്ല എന്ന രീതിയിൽ ഏറ്റവും വലുപ്പമുള്ളതിനെയാണ് ബ്രഹ്മം എന്ന് പറയുക. ആ ബ്രഹ്മമാണ് ഭഗവാൻ. ബ്രഹ്മത്തിന്റെ പര്യായമാണ് ഭഗവാൻ. മറ്റൊരു പര്യായ പദമാണ് പരമാത്മാ. നവമസ്കന്ധത്തിന്റെ അവസാനമായി ശുഭമഹർഷി ദശമസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ കൃഷ്ണനെ പരീക്ഷത്തിന്റെ മുമ്പിൽ അങ്ങനെ വരച്ചു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൃഷ്ണൻ ആരാണ് എന്നുള്ള കാര്യം മറക്കരുത്. മഹാത്മ്യത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു, സച്ചിദ് ആനന്ദരൂപായ. സത്ത് ചിത്ത് ആനന്ദം എന്നതിന്റെ ഒരു സ്വരൂപമാണ് ഭഗവാൻ. വിശ്വോൽപത്തിയാദിഹേതവേ, ഈ വിശ്വത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും നിരന്തരമുള്ള പരിണാമങ്ങൾ
സർവകർമ്മങ്ങൾക്കും കാരണമായ പരമേശ്വരനും ആരാധ്യനായ ഈശ്വരനാണ് ഈ സച്ചിദാനന്ദമൂർത്തി. ആ സച്ചിദാനന്ദമൂർത്തിയാണ് കൃഷ്ണൻ എന്നുള്ള കാര്യം ഇനി മറക്കരുത്. എന്നാൽ നാമസംഘത്തിന്റെ അവസാനം കൃഷ്ണാവതാരത്തിന് മുൻപ് സുഖം പറയണോ, പരമാത്മാ. ഈ വന്നിരിക്കുന്ന ആള്, വരാൻ പോകുന്ന ആള്, കൃഷ്ണനായിട്ട് വേഷം കെട്ടി നാട്ടി നടിക്കുന്ന ആളാരാണ്? പരമാത്മാ. പരമാത്മാവാണ്. ജീവാത്മാക്കളായ നമുക്ക് എല്ലാവർക്കും ജീവനാകുന്ന, ചൈതന്യമാകുന്ന, വെളിച്ചം തരുന്ന പരമാത്മാവാണ്. പരമാത്മാവാകുന്ന ഭഗവാന്റെ ഒരു അംശം മാത്രമാണ് ജീവാത്മാവായ നമ്മൾ ഓരോരുത്തരും. എല്ലാ ജീവാത്മാക്കളുടെയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ചൈതന്യമായ പരമാത്മാവാണ് ഭഗവാൻ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. സൂതൻ ശൗനകാദികളോട് പറയണോ, ബ്രഹ്മം എന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും ഭഗവാൻ എന്നതും പര്യായപദമാണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ ആ വിഗ്രഹത്തെ മാത്രം നോക്കിയാൽ പോരാ. ആ വിഗ്രഹം വിശ്വത്തിന്റെ മുഴുവൻ ഒരു പ്രതീകമാണ്. വിഗ്രഹമായിട്ടുള്ള പ്രതിഷ്ഠാദികളുടെ മന്ത്രപൂർവമുള്ളതായ പ്രതിഷ്ഠാദി കലശാദികളാകുന്ന കർമ്മങ്ങളിൽ അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ആ പ്രതിഷ്ഠ ആ നാടിന്റെ മുഴുവനും ചൈതന്യത്തെയാണ് ആവാഹിക്കുന്നത്. തന്ത്രി അവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിലേക്കുള്ള ആവാഹനം എന്നത് ആ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ജീവാത്മാക്കളെയും, മനുഷ്യരെ മാത്രമല്ല, മരങ്ങളെ, മൃഗങ്ങളെ, സർവചരാചരങ്ങളുടേതായ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ടാണ് വിഗ്രഹ പ്രതിഷ്ഠാദികൾ. അതുകൊണ്ട് വിഗ്രഹം എന്നതൊരു നമുക്ക് ആ വിഗ്രഹത്തിൽ കാണാനുള്ള കണ്ണയായിട്ടുള്ളൂ. ആ വിഗ്രഹത്തിൽ വിശ്വസിക്കാവുന്ന വിശ്വാസം തന്നെയായിട്ടില്ല. വിഗ്രഹത്തിൽ പോലും വിശ്വാസമൊന്നുമില്ല എന്ന വഴിക്ക് നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. വിഗ്രഹത്തിലെങ്കിലും വിശ്വസിക്കുന്നവരെ അവിടെ നിന്നും വിശ്വാസത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ച് വിശ്വം മുഴുവൻ ഭഗവാനാണ് എന്നതായ ആ വിശ്വഭാവത്തിലുള്ള വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വിഗ്രഹാരാധനകളെല്ലാം. അപ്പൊ പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ, ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ. ആചാര്യസ്വാമികൾ കാലടിയിൽ വന്ന് അവതരിച്ചതായ ആദിശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, വലിയൊരു ശാസ്ത്രം വരും തലമുറകൾക്കായി, യുക്തിവാദികൾക്കായി, ഈശ്വര നിഷേധികൾക്കായി അദ്ദേഹം പ്രഖ്യാപിച്ചു വലിയൊരു ശാസ്ത്രം. എന്താണ് ആ ശാസ്ത്രത്തിന്റെ ആ ഒരു അദ്ദേഹം പ്രഖ്യാപിച്ചതായ ശാസ്ത്രത്തിന്റെ സൂത്രവാക്യം എന്ന് പറയും. കണക്കിലുള്ളതായ സൂത്രവാക്യങ്ങൾ പോലെ അദ്ദേഹം പ്രഖ്യാപിച്ചതായ സൂത്രവാക്യം എന്തായിരുന്നു? ബ്രഹ്മ സത്യം. സത്യമായിട്ട് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ലാത്തതൊക്കെയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ബ്രഹ്മ സത്യം എന്നതിനോടൊപ്പം ജഗൻ മിഥ്യ. ഈ കാണുന്ന ജഗത്ത് മിഥ്യയാണ്. മിഥ്യയായ ജഗത്തിനെ സത്യമാക്കുന്നത് ബ്രഹ്മമാണ്. സത്യമായ ബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ സത്യമായി തോന്നിക്കൊണ്ടിരിക്കുന്നത്. പരമാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് ജീവാത്മാവായ ഓരോരുത്തരും ഇവിടെ ജീവിച്ചു പോകുന്നത്. മരിച്ചു പോകുമ്പോഴോ? ജീവിച്ചു പോകുന്നത് പരമാത്മാവിന്റെ കൂടെ നമ്മളിങ്ങനെ കഴിയുമ്പോഴുകൊണ്ടാണ്. മരിച്ചു പോകുമ്പോഴോ? മരണത്തെക്കുറിച്ച് വ്യക്തമായ ഉത്തരം ശ്രീമദ് ഭാഗവതം നൽകുന്നു. മരണഭയമുള്ളവർക്ക് ഭയം തീരാനുള്ളതായ വലിയൊരു ഔഷധമാണ്, മൃത്യുഞ്ജയമാണ് ശ്രീമദ് ഭാഗവതം. മൃത്യുഞ്ജയതി ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാൻ പറയുന്നതായ ഉപദേശത്തിന്റെ 11-ാം സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ മൃത്യുഞ്ജയതി, ദുർജയമായ ജയിക്കാൻ പ്രയാസമേറിയതായ മൃത്യുവിനെ ജയിക്കാൻ സാധിക്കുന്നു. ഉദ്ധവ ഹന്തപേകഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാ ആചരൻ മർത്യഃ. ഈ പറയുന്ന ഭാഗവത് ധർമ്മങ്ങളെ ആചരിക്കുന്നവന് മൃത്യുവിനെയും ജയിക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ വാക്കുകളാണ്. മൃത്യുവിനെ എങ്ങനെ ജയിക്കാം? മൃത്യു എന്നത് എന്താണ്? ഏത് പ്രകാരത്തിൽ കാലം നമ്മളെ പിടികൂടുന്ന കാലനായിട്ട് ഏതൊരവസരത്തിൽ വരുന്നു? ഇത്തരത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരമാണ് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന പരീക്ഷിത് സംവാദ രൂപത്തിലുള്ള ശ്രീമദ് ഭാഗവതം. മരണമാസന്നമായ പരീക്ഷിത്താണ്
കൊട്ടാരം വിട്ടിറങ്ങി ഗംഗാതീരത്ത് വന്നിരിക്കുന്നതും അവിടേക്കാണ് യമുനാതീരം വിട്ട് വേദവ്യാസപുത്രനായ ശുകമഹർഷി വന്നിട്ടത്. ആ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ആ പരമപദം ബ്രഹ്മമാണ്, ഭഗവാനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതായ ഭാഗവതോപദേശം. ആ ബ്രഹ്മോപദേശം കേട്ട പരീക്ഷത്തിന്റെ ഉത്തരം പ്രകാരമായിരുന്നു, എന്റെ പേടി തീർന്നു. പേടി തീരാനുള്ള കാരണം ഇതാണ്, ഞാനിപ്പോൾ ഭഗവാനെ പ്രേമിക്കുന്ന ആളാണ്. കൃഷ്ണനെ പ്രേമിക്കുന്ന ഒരാൾക്ക് പിന്നെ പേടിയുണ്ടോ? വാസുദേവ അനുചിന്തയ. എന്റെ ചിന്തകളെല്ലാം മരണമെന്ന ചിന്തയുമായി ബ്രാഹ്മണ ശാപത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട് കൊട്ടാരം വിട്ടിറങ്ങി ഇങ്ങോട്ട് വന്നവനാണ് ഞാനെങ്കിൽ 7-ാം ദിവസം അങ്ങയുടെ അമൃതവാണികൾ കേട്ട് കേട്ട് ഞാനിത് ഇന്ന് ഭയമില്ലാത്തവനായിരിക്കുന്നു. തക്ഷകൻ എപ്പോഴാണ് വെച്ചാൽ വന്നോട്ടെ, അയാൾക്കതിന്റെ ഡ്യൂട്ടി നിർവഹിക്കണമല്ലോ, ബ്രാഹ്മണ ശാപം സത്യമാക്കണമല്ലോ. കടിക്കാൻ തന്നെ മണ്ണാക്കട്ട ശരീരമാണ് എന്നും എന്റെ ആത്മാവിനെ തൊടാൻ തക്ഷകന് കഴിയുകയില്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ആത്മാവിപ്പോൾ പരമാത്മാവായ പരബ്രഹ്മമായ ഭഗവാനാകുന്ന വാസുദേവ അനുചിന്തയ. ആ വാസുദേവ ചിന്തകളില് മുറുകിക്കഴിഞ്ഞിരിക്കുന്നു, ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവാത്മാവ് എന്നുള്ള എന്റെ ഞാൻ എന്നുള്ള ഭാവങ്ങൾ വിട്ട് ഞാനിപ്പോൾ പരമാത്മാവായി ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നവിടെ ഗുരുനാഥനോട് കൃതാർത്ഥനായി ധന്യോസ്മി അനുഗ്രഹീതോസ്മി എന്ന പരീക്ഷിത്ത് പറയുന്ന രംഗങ്ങൾ. ഇങ്ങനെ ഭാഗവതത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നമ്മളങ്ങനെ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ മരണം എന്ന അതിഭയാനകമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മർത്യനെ അമർത്യനാക്കാനുള്ളതായ വഴിയാണ് ഭാഗവത സന്ദേശങ്ങൾ. ഏറ്റവും നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ പലതുകൊണ്ട് പുലി ഇറങ്ങിയാലോ, കാട്ടിൽ നിന്നൊക്കെ നാട്ടിൽ പുലി വരുന്നത്രേ, ആനയാണ് വെള്ളമില്ലാണ്ട് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്രേ എന്നൊക്കെയുള്ളതായ പേടി. ആ എല്ലാ പേടിയുടെയും പിന്നിലുള്ള പേടിക്ക് കാരണം മരിക്കുമോ എന്നുള്ളതാണല്ലോ. ഞാൻ മരിക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളായാലും വേണ്ടില്ല, കൊറോണയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത്രേ. നമുക്ക് പോയി നോക്കട്ടെ, ഒരാൾ കൂടുതലായില്ല, അയാളുടെ കഥ കഴിഞ്ഞോട്ടെ, എന്റെ കഥ കഴിയാൻ കഴിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഓരോരുത്തരും ആ കാലം കഷ്ടകാലം കൊണ്ട് കടന്നു പോകുന്നത്. അപ്പൊ എല്ലാവരുടെയും അവസാനത്തെ പേടി എന്റെ ഭാര്യ മരിക്കൂ എന്നുള്ളതല്ല, എന്റെ കുട്ടി മരിക്കൂ എന്നുള്ളതല്ല, ഞാൻ മരിക്കുമോ എന്നുള്ള പേടി. അതാണ് ഭാഗവതം തീർക്കുന്നത്. എന്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉത്തരവാണ് ശ്രീമദ് ഭാഗവതം നൽകുന്നത്. അത് വ്യക്തമായിട്ട് അറിയാറാകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പരമ സത്യം, ആ പരമസത്യത്തെ ബോധ്യപ്പെടുമ്പോഴേ ഈ മരണമെന്ന മാറ്റമെന്ന പരിണാമമെന്നതിന്റെ അവസ്ഥ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ബ്രഹ്മസത്യം എന്ന് ആചാര്യസ്വാമികൾ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്താ ഓരോന്നങ്ങനെ അദ്ദേഹം വിവരില്ലാണ്ട് വിവരമുള്ള ആളായിട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചത്, ജ്ഞാനപീഠം കയറി എന്നൊക്കെയാണ് പറയണത്. വെച്ചാലും അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് വിവരില്ലാണ്ട് എന്താ ഓരോന്ന് പറയണത് എന്നാ നമ്മൾ കേൾക്കുമ്പോൾ ബ്രഹ്മസത്യമാണ് പറയുന്നത്. ഈ കാണുന്നതൊന്നും സത്യമല്ല അത്രേ. നമുക്ക് നേരെ വിപരീതമാണ്. നമുക്ക് ഈ കാണുന്നതൊക്കെ സത്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഈ കാണുന്നതൊക്കെ സത്യമായിട്ട് തോന്നുന്നത് കൊണ്ട് പരമസത്യത്തെ കാണാൻ പറ്റില്ല. പരമസത്യത്തെ കാണുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പ്രേമിയായിട്ട് മാറുമ്പോൾ, വികസിത മനസ്സായിട്ട് മാറുമ്പോൾ ഈ മിഥ്യയായ ജഗത്തിനെയും കാണാൻ പറ്റില്ല. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ഉണർന്നിരിക്കുന്ന അവസ്ഥ അറിയാൻ പറ്റാത്തതുപോലെ, ഉറക്കത്തിൽ അയാൾ കാണുന്നതായ സ്വപ്നങ്ങളൊക്കെ സത്യമായി തോന്നുന്നത് പോലെ പേടിച്ച് നിലവിളിക്കണു, പഞ്ചാരപ്പായസം കഴിച്ചിങ്ങനെ വീണ്ടും ചുണ്ട അനങ്ങണു, അടുത്ത് കിടക്കണ എന്തായാലും ചുണ്ട അനങ്ങണത് അയാളെ പായസം കഴിച്ചിട്ട് സ്വാദ് മതിയാണ്, അങ്ങനെ വെള്ളമൊക്കെയാണ്. ഉറങ്ങണേൻ്റെ പായസം കഴിച്ചിട്ടുണ്ട്. പക്ഷെ പായസം കഴിച്ചതായ അനുഭവങ്ങൾക്കുണ്ടായി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ച എല്ലാ അനുഭവങ്ങളുടെയും വീണ്ടും വീണ്ടും ഉള്ളതായ പയ്യ പുല്ലുതന്നാൽ അയവറക്കത്ത് മാതിരിയുള്ളതായ അയവറക്കലാകുന്ന ആ സ്വപ്നത്തിൽ എല്ലാ ആനന്ദവും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഉണരുമ്പോഴാണ് ഈ ആനന്ദമെല്ലാം മിഥ്യയായിരുന്നു, അത് ഉറങ്ങുമ്പോൾ കണ്ട സ്വപ്നങ്ങളായിരുന്നു. ബോധം ബുദ്ധിയില്ലാതെയാണ് മനസ്സിന്റെ കൂടി
വിശ്രമത്തിനാണ് സുഷുപ്തി എന്ന് പറയുക. മനസ്സ് വിശ്രമിക്കാതെ സ്വപ്നങ്ങൾ കാണുമ്പോൾ ശരീരം മാത്രം വിശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഉറങ്ങണോ. പക്ഷെ ഉറക്കം ശരീരത്തിന്റെ വിശ്രമം മാത്രമാണ്. മനസ്സങ്ങനെ അനുഭവിച്ച വിഷയങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും അതിനെ ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അവസ്ഥ. അതാണ് ബുദ്ധി ഒപ്പല്ല. ബുദ്ധി ഒപ്പല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ എന്താ ഞാൻ കണ്ടതെന്ന് പോലും ഓർമ്മ. ബുദ്ധിയുടെ കണക്ഷൻ വിട്ട് മനസ്സ് വിശ്രമിക്കുക എന്ന ആ സുഷുപ്തി എന്ന അവസ്ഥ ജീവിതത്തിൽ 2 മണിക്കൂറൊക്കെ വേണ്ടുമെന്നാണ് മഹാത്മാക്കളുടെ. അത്രയും നമ്മൾ ഉറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ള ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്. സ്വപ്നവും കൂടി കാണാതെയുള്ള മനസ്സിന്റെ വിശ്രമം ഒരു 24 മണിക്കൂറിൽ 2 മണിക്കൂറൊക്കെ വേണ്ടു. കഥകളിക്കാരായിട്ടുള്ളവര്, ദേഹനക്കാരായിട്ടുള്ളവര് അവരൊക്കെ ഓവർ ടൈം വർക്കൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ കാലത്തൊന്ന് തപ്പ് കിടക്കലും കഴിയും, ഉറങ്ങി സുഖമായിട്ടൊന്നും കഴിയും. അത് ശരിയായിട്ടുള്ള സുഷുപ്തിയാണ്. മനസ്സ് കൂടി വിശ്രമിക്കണം. അപ്പൊ മനസ്സിൻ്റെതായ വിശ്രമത്തിനേ വേണ്ടു. പിന്നെ 8 മണിക്കൂറൊക്കെ ഉറങ്ങുക എന്നത് സ്വപ്നം കണ്ടുകൊണ്ടുള്ളതായ. അപ്പൊ ആ സ്വപ്നാവസ്ഥയിലെല്ലാം സത്യമായിട്ട് തോന്നുന്നു. സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ അതെല്ലാം മിഥ്യയായിട്ട് തോന്നുന്നു എന്നതുപോലെ ഈ ജഗന്മിഥ്യ എന്നുള്ള അവസ്ഥ നമുക്കിപ്പോൾ സത്യമായിട്ടാണ് തോന്നുന്നത്. സത്യമായതിനെ സാക്ഷാത്കരിക്കുമ്പോഴേ ഇതെല്ലാം മിഥ്യയായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികൾ പിന്നീട് ആൾക്കാരെ വെറുതെ ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കലാണ്ടായിട്ട് മനസ്സിലായി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. ആൾക്കാരിപ്പം വിളിച്ചിരിക്കുക ജഗത് മിഥ്യ ബ്രഹ്മസത്യം. ആചാര്യസ്വാമികളെ പ്രഭാഷണം കഴിഞ്ഞേ. ആചാര്യസ്വാമികളെ വലിയ കേമായിട്ട് പ്രഭാഷണം വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറിയിരുന്നത് അത്ര മാത്രമേ ഉള്ളൂ. ജഗത് മിഥ്യ ബ്രഹ്മസത്യം എല്ലാവരും നയിക്കുക. എന്താണ്ടായത് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയൊന്നും ആയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ്. ഗുരുവായൂരപ്പനെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുകൂടി ഗുരുവായൂർ മഹാത്മ്യത്തെ ഗുരുവായൂർ ചരിത്രത്തിൽ കഥയുണ്ട്. പഞ്ചാംഗത്തിലെ വർഷം അടുത്ത കൊല്ലം 1200 1200 എന്നത് ആചാര്യസ്വാമികളുടെ ഒരു കാലഘട്ടമായിട്ടാണ് കാലത്തിനെ ഗവേഷണം ചെയ്യുന്നവരെ കണക്കാക്കിയിട്ടുള്ളത്. ഏതായാലും ആ 1000ഓളം വർഷങ്ങൾക്ക് 12ഓളം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാലടിയിൽ നിന്ന് അവതരിച്ചതായ അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള യാത്ര, അദ്വൈത തത്വങ്ങളെ ബ്രഹ്മസൂത്രാദികളെല്ലാം എഴുതിയതിനു ശേഷം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ ആചാര്യസ്വാമികളുടെ അതിപ്രധാനങ്ങളായ ഈ ലോകത്തിലുള്ളവരെ ഇവിടുന്ന് കൈപിടിച്ച് രക്ഷിച്ച് ആ പരമസത്യത്തിലേക്ക്, പരമപദത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതായ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 3 വ്യാഖ്യാനങ്ങൾ. ഒന്ന് സഹസ്രനാമമാണ്. ഭീഷ്മര് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചതായ സഹസ്രനാമങ്ങളെ അദ്ദേഹം ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അർജുനന് ഗീതോപദേശം ചെയ്ത ഭഗവാന്റെ പാർത്ഥസാരഥിയായ അമൃതവാണികളാകുന്ന ഭഗവത്ഗീതയെ അദ്ദേഹം കർമ്മയോഗികളായവർക്ക് വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുന്നതിൽ 3ാമത്തെ ബ്രഹ്മസൂത്രം എന്ന രീതിയിൽ അദ്ദേഹം ജ്ഞാനികൾക്ക് വേണ്ട സൂത്രവാക്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. വേദവ്യാസൻ എഴുതിയ ബ്രഹ്മസൂത്രത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ച് നമുക്ക് പകർന്നു. ഈ പ്രസ്ഥാനത്രയങ്ങളൊക്കെയായിട്ട് അദ്ദേഹം അദ്വൈത സിദ്ധാന്തങ്ങളും പ്രസംഗിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അത്രേ ഗുരുവായൂരപ്പന്റെ ആ ഭൂലോക വൈകുണ്ഠത്തിന്റെ ഉപരിഭാഗത്തുകൂടി അദ്ദേഹം ഒരിക്കൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ഭാരതം മുഴുവൻ അന്ന് ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതായ കാലഘട്ടത്തിൽ യോഗിയായി യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു ആചാര്യസ്വാമികൾ. യോഗിയായ അദ്ദേഹത്തിന്റെ യോഗസിദ്ധികളോടുകൂടിയ ആ ആകാശമാർഗമുള്ള യാത്ര, യോഗികൾക്ക് അത്തരത്തിൽ യോഗ എന്ന സിദ്ധി കൊണ്ട് ഈ ഇരിക്കണ ഇരിപ്പിൽ തന്നെ അങ്ങോട്ട് തന്റെ ഭാരമില്ലാണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഭാരമാണ്, നമ്മുടെ വെയിറ്റാണ്, ഈ മണ്ണാങ്കട്ടയുടെ വെയിറ്റാണ്, മണ്ണായ ഭൂമിയുടെ
ആകർഷണമാണ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ വീഴാണ്ടിരിക്കുന്നത്. ഭൂമിയുടെ ആകർഷണ ശക്തിയാണ്. ഈ ആകർഷണ ശക്തിയിൽ നിന്നും തന്റെ ശരീരത്തിന്റെ ഭാരം ലഘിമ എന്ന ആ യോഗ സിദ്ധിയോടുകൂടിയിട്ട് അങ്ങനെ കുറച്ചുകൊണ്ടുവരുമ്പോൾ സൂക്ഷ്മ ശരീരമായി കൊണ്ട് മേൽപോട്ട് ഉയരാൻ സാധിക്കും. മേൽപോട്ട് ഉയർന്നുകൊണ്ട് അങ്ങനെ ഹനുമാനൊക്കെ മലയും എടുത്തുകൊണ്ട് അവിടുന്ന് ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ലങ്കയിലേക്ക് വന്നതാൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ സഞ്ചരിക്കുന്നവരാണ് ശുഗനാരദാദികളാകുന്ന മുക്താത്മാക്കൾ. അവരെക്കൂടെ സഞ്ചരിക്കാനുള്ള യോഗ സിദ്ധിയുള്ള ആളായിരുന്നു ആചാര്യസ്വാമികൾ. അദ്ദേഹം അങ്ങനെ ആകാശമാർഗത്തിൽ കൂടി സ്വയം ശരീരത്തെ തന്നെ വാഹനമാക്കി മാറ്റിക്കൊണ്ട് ലഭ്യമായ സിദ്ധിയോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഗുരുവായൂരപ്പന്റെ പൊന്നിൻ ശ്രീകോവിലിന്റെ ഉപരിഭാഗത്ത് എത്തിച്ചേർന്നു എന്നും ആൾക്കാരവങ്ങനെ തൊഴാനുള്ള ക്യൂ നിൽക്കുന്നതായിട്ടും നാമം ജപിക്കുന്നതായിട്ടും എല്ലാം കണ്ടപ്പോ ആകാശമാർഗത്തിൽ താഴ്ത്തേക്ക് അദ്ദേഹം നോക്കണ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിത്രേ, നഴ്സറി ക്ലാസ്സുകാരിങ്ങനെ സ്കൂളിൽ കൊടയൊക്കെ പിടിച്ച് പോകുമ്പോൾ IAS പിന്നാലെ ഞാനൊരു പരിഗണന കൊടുക്കുവാറുണ്ടോ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ വിചാരം, ഞാൻ വലിയൊരു IAS ഞാൻ അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനല്ലേ എന്ന രീതിയിൽ ഉള്ളിലൊരു വിചാരം അദ്ദേഹത്തിന് വന്നതാണ്. ഗുരുവായൂരപ്പന്റെ ക്ഷേത്ര ശ്രീകോവിലിന് മുകളിൽ കൂടി ആചാര്യസ്വാമികൾ അങ്ങനെ സ്വശരീരം തന്നെ യാത്രാവാഹനമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിചാരം വന്നപ്പോ പെട്ടെന്നുണ്ടായ സംഭവം എന്തായെന്ന് വെച്ചാൽ അദ്ദേഹം താഴത്തേക്ക് വിടലേ. ഈ താഴത്തേക്ക് വീഴുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി നിത്യേനയുള്ള ശിവേലിക്കായിട്ടുള്ള കൊട്ടിക്കൊണ്ടുള്ള ആ പ്രദക്ഷിണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിച്ചേർന്ന സമയമായിരുന്നു. കൊട്ടുകാരൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് കൊട്ടാൻ്റെ അടുക്കുന്ന എന്തോ മോളുന്നത് പുടുന്നത് കണ്ടിട്ട് അവരെ കൂടി ആക്കപ്പോ അമ്പലന്ന് എന്താ താഴത്തേക്ക് വീണതാണെന്ന് വിചാരിച്ച് കൊട്ടു നിർത്തി നോക്കിയപ്പോഴാണ് ഏതോ ഒരു സ്വാമിയെ കൊള്ളുന്നതിലൂടെ എന്താ വീഴാൻ കാരണം എന്ന രീതിയിൽ വേഗം മുഖത്ത് വീഴാനുള്ളൂ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി, എളുപ്പ വഴി ഭഗവാന്റെ പാദങ്ങളെ മുറുകെ പിടിക്കലാണ്. ഭജഗോവിന്ദം എന്ന് അദ്ദേഹം അത്തരത്തിലുള്ള ഭക്തിയുടെ യഥാർത്ഥമായ ഭാവങ്ങളുടെ കാവ്യങ്ങൾ രചിച്ചു. ഭക്തന്മാരെ കൂട്ടമായി ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാന്റെ അടുത്തേക്ക് അത്തരത്തിൽ ഭക്തന്മാരെ എത്തിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളിൽ ഒന്നായിരുന്നു സാക്ഷാൽ വാഗ്ദേവതയായ മൂകാംബിക ദേവികയെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത്. പിന്നാക്കം തിരിഞ്ഞു നോക്കരുത് എന്ന് ദേവിയുടെ വാക്കനുസരിച്ച് പിന്നാലെ ദേവി വന്നിരുന്നു എങ്കിലും ചിലമ്പിന്റെ ശബ്ദം കേൾക്കാതെ ഉണ്ടായപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ദേവി അവിടെ നിന്ന് മൂകാംബിക ദേവിയായിട്ട് ഇന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ നാട്ടിലേക്ക്, എന്റെ പരശുരാമ ക്ഷേത്രത്തിലേക്ക് എന്റെ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ വരണേ എന്നുള്ള പ്രാർത്ഥന അനുസരിച്ചാണ് ജ്യോതിസഹായിട്ട് ഇവിടെയും ചൊല്ലാനിക്ക് അമ്മയായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ സൗന്ദര്യ ലഹരി തുടങ്ങിയതായ സ്തോത്രങ്ങളാൽ ദേവിയെയും ഭജഗോവിന്ദം തുടങ്ങിയതായ കീർത്തനങ്ങളാൽ ദേവദേവനായ ഗുരുവായൂരപ്പനെയും എന്നല്ല സർവ്വദേവീ ദേവന്മാരെയും ഉപാസിക്കേണ്ടതായ സമ്പ്രദായങ്ങൾ കലിയുഗവാസികളായ നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നു. ഇന്നും അതാണ് ഇവിടെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടിരിക്കുന്നത്. പുതിയ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു അപ്പ്, കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം, ആ പ്രോഗ്രാമാണ് ഇന്നും ചൊല്ലാമ്പലത്തെ നിത്യനിദാനാധികാരികളാവട്ടെ, ഗുരുവായൂരപ്പന്റെ നിത്യനിദാന പൂജാദികളാവട്ടെ, കൊടുങ്ങല്ലൂരമ്മയുടെ നിത്യനിദാന ഉപാസനാദികളാവട്ടെ, അന്ന് ആചാര്യസ്വാമികൾ പ്രോഗ്രാം ചെയ്തതായ പ്രോഗ്രാമാണ്. അതിനൊരു മാറ്റവും വരാതെ കണ്ട് ഗുരുവായൂരപ്പനായാലും ചൊല്ലാനിക്കരമ്മയായാലും കൊടുങ്ങല്ലൂരമ്മയായാലും മൂകാംബിക ദേവിയായാലും ഭാരതത്തിലുടനീളമുള്ള അനേക മഹാക്ഷേത്രങ്ങളിലുള്ള ആ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഒരാൾ കിട്ടിയാലും പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ തപസ്സിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്. ആ തപസ്സിന്റെ ഫലമായി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഭക്തന്മാർക്ക് വേണ്ടി കലിയുഗവാസികളായവരിൽ ഭൂരിപക്ഷവും സക്തന്മാരാവും, ജീവിതത്തിന്റെ ആസക്തിയുമായിട്ട് കിടന്ന് വട്ടം തിരിയണവരാവും. അവരെ കൈപിടിച്ചുയർത്താൻ ഈ ഒരു ഭക്തി എന്ന
പ്രേമ വഴിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന രീതിയിൽ അതിന്റെ വഴികൾ പലതും അദ്ദേഹം വഴികൾ വെട്ടി തെളിയിച്ച കൂട്ടത്തിലാണ് ഗുരുവായൂരപ്പന്റെ ആ ബ്രാഹ്മമുഹൂർത്തത്തിലെ നട തുറക്കലാവട്ടെ ഭാഗവതത്തിലുള്ള ആശയങ്ങൾ. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ദശമസ്കന്ധത്തിലെ 70-ാം അധ്യായത്തിലെ ഭഗവാന്റെ ദിനചര്യ വർണ്ണിക്കുന്ന ദ്വാരകയിൽ വസിച്ചിരുന്ന ശ്രീകൃഷ്ണന്റെ ആ ദിനചര്യയുടെ പ്രോഗ്രാമാണ് ഗുരുവായൂര് 3 മണിക്ക് ബ്രാഹ്മേ മുഹൂർത്ത ഉത്ഥായ വായുപസ്പൃശ്യ മാധവ എന്നിങ്ങനെ അവിടെ ഭഗവാൻ ഗൃഹസ്ഥനായി അനുഷ്ഠിച്ചിരുന്ന ആ ധർമ്മങ്ങളെയാണ് 3 മണിക്കുള്ള തുറക്കലായിട്ടും വാഗശാസ്ത്രായിട്ടും വൃന്ദാവനത്തിലെ ഗോവിന്ദാഭിഷേകം എന്ന രീതിയിലുള്ള പാലാഭിഷേകമായിട്ടൊക്കെ അവിടെ ചുട്ടപ്പെടുത്തിയിട്ടുള്ളത്. 125 കൊല്ലത്തെ മനുഷ്യനാട്യത്തിൻ്റെതായ നാടകം മുഴുവനും ഒരു ദിവസം കാലത്ത് മുതൽ അത്താഴപൂജയും കഴിഞ്ഞ് ആ മാനവേദ സാമൂതിരിപ്പാടിന്റെ കലയായ കൃഷ്ണാട്ടം കളിയിൽ കൂടി ഭഗവാൻ പങ്കുകൊണ്ടുകൊണ്ട് വീണ്ടും ഇത് ആദ്യേ നിർമ്മാല്യം തൊടാൻ വേണ്ടി വരണമെന്നുകൊണ്ട് മുമ്പിലേക്ക് ഓടിയെത്തണം. ഒരു വിശ്രമമില്ലാതെ ഉള്ള കർമ്മയോഗിയായിട്ട് ഇന്നും ഗുരുവായൂരപ്പനായി അഞ്ജന വിഗ്രഹമായി ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആ നൈരന്തര്യം, അതിനൊരു മാറ്റം വരാത്തതായ കൊറോണ വന്നിട്ട് പോലും പല ക്ഷേത്രങ്ങളും അടച്ചിടേണ്ടി വന്നിട്ട് പോലും ഗുരുവായൂരപ്പന്റെ ആ ചുണ്ടകൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ആ മാറ്റം വരാത്ത നിത്യമായ സത്യമായ ആ പ്രോഗ്രാം ആചാര്യസ്വാമികളുടെ ആസൂത്രണമായിരുന്നു. അപ്പൊ അദ്വൈതത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയല് രസാണ്, കേൾക്കല് രസാണ്. എന്തോ നമ്മുടെ എളിയ ബുദ്ധിയിൽ ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിനുള്ള തലയാട്ടലൊക്കെ രസമാണ്. കാര്യങ്ങളൊന്നും മനസ്സിലേക്കായിട്ടില്ല, മനസ്സിലായിട്ട് ഇങ്ങനെ തലയിപ്പോട് കൂടിയിട്ട് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വേദാന്തൊക്കെ പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ വേദാന്തം പറയുന്നത് വളരെ ലളിതമായിട്ടാണ് കേട്ടോ. ആ ലളിതമായിട്ടുള്ള വേദാന്തം പറയലൊക്കെ കേട്ടപ്പോഴേക്കും പെട്ടെന്ന് മനസ്സിലായി. എന്ത് മനസ്സിലായി? അതപ്പം തന്നെ ഡിലീറ്റായിട്ട് മാറണോ? നമ്മുടെ ജീവിതം അങ്ങനെയാണ്, നമ്മുടെ മാനസിക അവസ്ഥയാണ്, നമ്മുടെ മനസ്സിലുള്ള കാമക്രോധാദികൾ മത്സരാദികളാകുന്ന രാഗങ്ങൾ അങ്ങനെയാണ്. ആ രാഗാദികളെ ശുദ്ധീകരിക്കുന്നത്ര എളുപ്പമല്ല. അതിന്റെ എളുപ്പവഴിയാണ് കൃഷ്ണനായി ഭഗവാൻ ലോകത്തിന് കാണിച്ചു തന്നത്. ആ എളുപ്പം കുറുക്ക് വഴിയാണല്ലോ, എളുപ്പവഴിയാണല്ലോ. ജീവിതത്തിൽ നിന്നിട്ട് അനവധി നേരം വേണ്ടി വരൂ. എങ്ങനെയെങ്കിലും അവർ ചാട് അവിടെയും സെക്യൂരിറ്റിക്കാരനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ആ കുറുക്ക് വഴി ചൊല്ലാനിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും വേണ്ടില്ല. ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തൊട്ട് കുറഞ്ഞ കാര്യങ്ങളും വേണ്ട എളുപ്പ വഴികളാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കലിയുഗത്തിൽ വഴികൾ പലതുകൊണ്ട് ഭഗവാനെടുത്ത് എത്താൻ. അതിൽ എളുപ്പ വഴിയാണ് ഭക്തിയുടെ, പ്രേമത്തിന്റെ, ഭഗവാന്റെ നേരെ ഉണ്ടാകുന്ന രാഗത്തിന്റെ ഈ ഭാവം. അതാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം. ഇന്നലെ ഉദ്ഘാടനത്തിനായി വന്നതായ ജഡ്ജി അദ്ദേഹം പറഞ്ഞതുപോലെ ഭക്തി എന്താണത്? പ്രേമം. ഭഗവാന്റെ നേരെയുള്ള മനസ്സിന്റെ പ്രേമം എന്നുള്ളതിന്റെ സംസ്കൃത വാക്കുകൾക്ക് ഓരോന്നിനും വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. നമുക്കും അതിന്റെ അർത്ഥത്തെ നമുക്ക് പോസിറ്റീവാവുന്ന രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കുകയും ചെയ്യാം. അതാണ് സംസ്കൃത വേർഡിന്റെ ഒരു പ്രത്യേകത. പ്രേമം കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ അർത്ഥം മനസ്സിലാകും കേട്ടോ. പ്രേമം എന്നുള്ളതിന്റെ ഉള്ള വാക്കുകളുടെ ആദ്യം വരുമ്പോൾ അതിന് ശ്രേഷ്ഠതമമായത്, ഉദാത്തമായത് എന്ന അർത്ഥം വരും. മകാരന്നത് കൊണ്ട് മമത എന്നാണ് നമുക്ക് എടുക്കുക. മമത, അറ്റാച്ച്മെന്റ്, ഉദാത്തമായ അറ്റാച്ച്മെന്റുകൾ ഇല്ലാതെയാവണേ. ജഗൻ മിഥ്യ ബ്രഹ്മസത്യം എന്നൊക്കെ പറയുമ്പോ ബ്രഹ്മത്തിനോട് ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റ് തന്നെ, ഉദാത്തമായ പ്രേമം തന്നെ ഈ ജഗത്തിനോടുണ്ടായാൽ മതി. കാരണം ജഗത്ത് മുഴുവനും ബ്രഹ്മമയമാണ്. ജഗത്ത് മുഴുവനും ബ്രഹ്മമയമായതുകൊണ്ടാണ് ഭഗവാനെ ജഗദീശ്വരൻ എന്നും ദേവിയെ ജഗദീശ്വരി എന്നും പറയുന്നത്. ഈശ്വരന്റെ ഭാവം അതെവിടെയോ ഒരു പോയിന്റിലല്ല, അതെല്ലാ പരമാണുക്കളിലുമുണ്ട്. ആ
പരമാത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതെ കൊണ്ടൊരു പരമാണുവിന് പോലും ഇവിടെ ചലിക്കാൻ സാധിക്കുകയില്ല. ആറ്റം കണ്ടുപിടിച്ചപ്പോൾ, അതിന്റെ ചലന വ്യവസ്ഥ കണ്ടുപിടിച്ചപ്പോൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ കണ്ടുപിടിച്ചപ്പോൾ ആ ശാസ്ത്രജ്ഞൻ തന്നെ പിന്നീട് പ്രഖ്യാപിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതെന്നോ ഗീതയിൽ അർജുനനോട് പാർത്ഥസാരഥി പറഞ്ഞതാണല്ലോ. ഈ സിസ്റ്റം തന്നെയാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. ലോകത്തിന്റെ ചലന ഭാവങ്ങളെല്ലാം തന്നെ ഈ ചൈതന്യം ഉള്ളത് കൊണ്ടല്ലേ. ആ ചൈതന്യമില്ലാതെ കൊണ്ട് എവിടെയാണ് ചലനം ഉണ്ടാവുക? എല്ലാ ചലനത്തിനും പിന്നിൽ ചൈതന്യമാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാ ചലനത്തിനും പിന്നിൽ ആ ചൈതന്യമാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ. അർജുനനോട് ഭഗവാൻ പറയണു, അർജുന തന്റെ മുമ്പിൽ ഇങ്ങനെ അളിയനായിട്ട്, അളിയൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സഹോദരി സുഭദ്രയാണ് അർജുനൻ പറഞ്ഞത്. ഒരളിയന്റെ സ്ഥാനത്താണല്ലോ വണ്ടി ഓടിക്കാൻ ഞാൻ ഉണ്ടാവാന്ന് പറഞ്ഞത്. വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അളിയനായിട്ടൊക്കെ നിൽക്കൽ മാത്രമല്ലാണ്ടോ എന്റെ സ്ഥിരമായ ഒരു ഇരിപ്പിടെവിടെയെന്നറിയോ? തന്റെ ഹൃദയത്തിലാണ്. സർവചരാചരങ്ങളുടെയും സർവഭൂതാനാം ഭൂതങ്ങളുടെയും അന്തർഹൃദയത്തിലാണ് എന്റെ സ്ഥാനം. എന്തുകൊണ്ടത് അറിയുന്നില്ല? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. എന്റെ മായയാലുള്ള ഈ ചലനത്താൽ, ഈ ഭ്രമണത്താൽ, ഈ ചൈതന്യത്തെ അറിയാൻ അത്ര എളുപ്പമല്ല. എല്ലാ ഭൂതങ്ങളിലും ചൈതന്യമായി, എല്ലാ ആറ്റങ്ങളിലും അതിന്റെ ചലനത്തിന് പിന്നിൽ നിശ്ചലമായി, സത്യമായി ഭഗവാൻ നിലകൊള്ളുന്നു. ആ പരമാത്മ തത്വത്തെ നമുക്കിത് സാക്ഷാത്കരിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ ആ പരമാത്മാവ് തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഇതാ വന്നിരിക്കുന്നു കൃഷ്ണനായി. ആ കൃഷ്ണനോടൊരു പ്രേമം ഉണ്ടായാൽ തന്നെ പ്രേമിക്കുന്നവരെ എല്ലാവരെയും രക്ഷിക്കാനാണ് ഭഗവാന്റെ വരവ്. തന്നെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കാനാണ് ഭഗവാന്റെ വരവ്. ഉദ്ധവനോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രേമ മനോഹര സ്മിത. ഉദ്ധവനോട് ഭഗവാൻ പ്രഭാഷണം ചെയ്യുമ്പോൾ ഭഗവാനെ സുഖമഹർഷി വിശേഷിപ്പിക്കുന്നതാണ് പ്രേമ മനോഹര സ്മിത. പ്രേമത്തോടുകൂടി, മനോഹരമായ മന്ദഹാസത്തോടുകൂടി ഉദ്ധവ, തനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നുള്ള ഓരോരോ സംശയങ്ങൾക്കും ഉത്തരം പറയുമ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട്, എന്നെ സ്വന്തമാക്കണം എന്നല്ലേ താൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. താൻ എന്നെ സ്വന്തമാക്കുകയും ചെയ്തു. 12-ാം വയസ്സിൽ ജ്ഞാനിയുടെ മധുരയിൽ വന്നപ്പോൾ എന്റെ കൂട്ടുകാരനായി, പിന്നീട് എന്റെ പ്രധാനമന്ത്രിയായി, ഈ നൂറ്റാണ്ടുകാലം എന്നോടൊപ്പം സഞ്ചരിച്ചതായ ഉദ്ധവ, തനിക്ക് എന്നിലുള്ള സ്നേഹം അതല്ലേ ഇപ്പോൾ എന്നെ വിട്ടുപിരിയാനുള്ളതായ വിഷമം? വേണ്ടു. എന്നെ സ്വന്തമാക്കാൻ വളരെ എളുപ്പമാണ്. എന്നെ സ്വന്തമാക്കാനുള്ള എളുപ്പവഴി ഇതാണ് ഉദ്ധവ. എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ, എന്നെ കാണുമ്പോൾ ഇഷ്ടമായി എന്നുള്ള ഭാവത്തിലൊന്ന് എന്നെ നോക്കിയാൽ, എന്നെ കാണുമ്പോ കൃഷ്ണ എന്ന സ്നേഹത്തോടു കൂടി ഒന്ന് വിളിച്ചാൽ, അത്തരമൊരു വിളി കേട്ടാൽ, അത്തരമൊരു പ്രേമത്തോടു കൂടിയ നോട്ടം കണ്ടാൽ, എന്നെ ഇഷ്ടമായിട്ടാണെന്ന് മനസ്സിലായിട്ട് ഒരു ചിരി കണ്ടാൽ, ഞാൻ ആ ചിരിയിൽ വീണാളാണ്ടോ? ആരെങ്കിലും എന്നോടൊന്നും അങ്ങനെ ചിരിച്ചാൽ ഞാൻ അവരുടെ മുമ്പിൽ അങ്ങോട്ട് വീഴുകയെന്നല്ല, പിന്നെ അവരുടെ ദാസനായിട്ട് മാറുന്ന ആളാണ്. വൃന്ദാവനത്തിൽ അങ്ങനെയായിരുന്നു എന്നെ ആരാധിച്ചിരുന്ന ഗോപികമാരല്ല. അവർക്കുണ്ടോ വേദം അറിയുന്നു, അവരുണ്ടോ വേദാന്തം പഠിച്ചിരിക്കുന്നു, അവരുണ്ടോ യോഗ ക്ലാസുകളിൽ പോകുന്നു. ഒന്നുമില്ലാത്തവരായ അവരെന്നെ സ്നേഹിച്ചു. അവരുടെ മനസ്സ് എന്റെ നേരെ ഫോക്കസ് ചെയ്തു. എന്നെ കണ്ടാൽ മതിവരാതെ കൊണ്ട് അവര് ഈ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടയണത് എന്തിനാ ബ്രഹ്മാവേ? ഇങ്ങനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം വേണ്ടായിരുന്നില്ല. ഈ കണ്ണടയണം എനിക്ക് കാണാൻ പറ്റണ്ടേ? കാണാൻ പറ്റാത്ത, കണ്ണടഞ്ഞു പോകുന്ന നിമിഷം യുഗങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന രീതിയിൽ അവർ ഭഗവാന്റെ നേരെ പ്രേമികളായിട്ട് മാറുകയാണ്. എന്റെ നേരെയുള്ള ആ നിഷ്കളങ്ക
മനസ്സേ വേണ്ടു, ആ നിഷ്കളങ്ക പ്രേമമേ വേണ്ടു, ഞാൻ അവർക്ക് സ്വന്തമാണ് എന്ന് ഉദ്ധവനോട് പ്രേമോപദേശത്തിൽ ഭക്തിശാസ്ത്രത്തെ പോഷിപ്പിച്ചുകൊണ്ടുള്ള മറ്റെല്ലാ വിഷയങ്ങളും പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുക്തി എന്ന വിഷയത്തെ ഏകാസ്കന്ധത്തിൽ പറയുമ്പോൾ ഭഗവാൻ സൂചിപ്പിക്കുന്നു. കൃഷ്ണൻ അങ്ങനെയായിരുന്നുവോ? ഒന്ന് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കുന്നവരുടെ കൂടെ അങ്ങോട്ട് ഞാൻ കേട്ടോ കൂടെ എന്ന് പറയുന്ന ആളായിരുന്നുവോ എന്ന് ഇന്ന് വൃന്ദാവനത്തിൽ പോയാൽ നേരിട്ട് കാണാവുന്ന കാഴ്ചകളാണ്. വൃന്ദാവനത്തിൽ ചെന്നാൽ അവിടെ പല പല ഭഗവാന്റെ കളികൾ നടന്ന, കാളിയ മർദ്ദനങ്ങൾ നടന്ന, രാസലീലാദികൾ നടന്ന, അസുരന്മാരെ പലരെയും നിഗ്രഹിച്ചതായ സ്ഥാനങ്ങൾ, ഗോവർദ്ധന പർവ്വതം, അത് കുടയായി പിടിച്ചതായ ഗോവിന്ദനെ അഭിഷേകം ചെയ്തതായ സ്ഥാനങ്ങൾ എല്ലാം നമുക്ക് തീർത്ഥാടകർക്ക് അവിടെ കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ അവിടെ ഒരു മഹാക്ഷേത്രമുണ്ട്. പിന്നീട് കലികാലത്ത് വന്നതായ ബംഗേ ബിഹാരി എന്നതായ ഒരു ക്ഷേത്രമുണ്ട്. ആ ബംഗേ ബിഹാരി ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളവിടെ തൊഴാൻ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ പണ്ഡിറ്റ്ജിമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആ മതത്തിൽ നിൽക്കുന്നുണ്ടാവും. മതത്തിൽ നിൽക്കണവരായ അവരിങ്ങനെ മാറിയിട്ട് അവിടെ ഒരു കർട്ടനുണ്ട്. ആ കർട്ടൻ ഇങ്ങനെ മാറിയിട്ട് അവർ നീക്കും. തുഴനാരെങ്കിലും വന്ന ഉടനടി തുഴാൻ വരുമ്പോ കർട്ടൻ ഇങ്ങോട്ട് നിൽക്കല്ലേ, തുഴാൻ ഭാഗത്തിനായിട്ട് നമുക്ക് തുഴാൻ പറ്റിച്ച തുഴാനെ പറ്റും. ആ ഗ്യാപ്പിൽ കൂടി അവർ നിവേദിക്കാനൊക്കെ കൊണ്ടുവന്നതായ ആ വെണ്ണ കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സാണ് അവിടുത്തെ നിവേദ്യാദികൾ. അത് ഭഗവാൻ കൊടുക്കുക, അതിലേക്ക് പൂവിട്ട് കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ കർട്ടൻ രണ്ട് ഭാഗത്തും പണ്ഡിതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടി മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. എന്താണ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം അവിടെ നടപ്പാക്കാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ പറഞ്ഞതാണ്, ആരെങ്കിലും തൊഴാൻ പറ്റുന്നവരൊന്നിങ്ങനെ കണ്ണുരുട്ടി വിളിച്ചിട്ടോ മുഖം കുറിപ്പിച്ചിട്ടോ അല്ലാതെ ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണന്റെ നേരെ എനിക്ക് ഇഷ്ടമായിട്ടോ കൃഷ്ണ എന്നൊറ്റ ഉള്ളിൽ വിചാരിച്ചു. ചെറിയ കുട്ടികളെ അമ്മമാരെടുത്ത് വാത്സലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടു കൂടിയിട്ട്, നിഷ്കളങ്ക മനസ്സോടു കൂടിയിട്ട്, ഉള്ളിൽ പ്രേമമല്ലാതെ മറ്റൊരു കുൽപ്പുശുഭ അസുഖവും ഇല്ലാത്തതായിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് വന്നിട്ട് കൈ കിട്ടിയാൽ ഈ കുട്ടി അറിയാതെയും മറ്റാളുടെ നേരെ ചാടും. സ്വന്തം അമ്മയുടെ ഒക്കത്തുനിന്ന് തന്നെ സ്നേഹിച്ചു വരുന്ന ഒരാളുടെ അടുത്തേക്ക് ആ കുട്ടി ഇഷ്ടമായ രീതിയിൽ പോകുന്നത് പോലെ ഈ ബംഗേ ബിഹാരി രാധാകൃഷ്ണനായ ഭഗവാനും, രാധാറാണി എല്ലാ കൃഷ്ണന്മാരുടെയും കൂടെ അവിടെയുണ്ട്. രാധയെ പ്രേമിച്ചുകൊണ്ടാണ്. ഇനി അങ്ങനെ പ്രേമിച്ചുകൊണ്ട് വേറൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് ഇപ്പോ രാധ അടുത്തുണ്ടെന്നുള്ള കാര്യമൊക്കെ മറക്കാനൊക്കെ വരുന്ന രീതിയിൽ തന്നെ പ്രേമിക്കുന്ന ആളാണ് വെച്ചാൽ ആ പ്രേമിച്ച് പുഞ്ചിരിക്കുന്ന ആളുടെ കൂടെ അങ്ങോട്ട് ചാടുത്രേ. അപ്പൊ ശ്രീകോവിലിന് ഭഗവാൻ ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇങ്ങനെ അതിന്റെ പൂജാദികളൊക്കെ നടത്തുന്ന പണ്ഡിതന്മാരെന്ന് പറയും, അവരിങ്ങനെ കർട്ടൻ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ നേരെ വലിയ വഴിപാടുകളൊന്നും വേണ്ട, ഒന്നുമില്ല കൃഷ്ണ, ഇല്ലത്തെ കുറച്ചൊരു ദാരിദ്ര്യമുള്ളത് കൊണ്ട് അത്തേമാര് 4 പിടി അവില തന്നത് എന്നാൽ കൊടുക്കാൻ തന്നെ മടിച്ചപ്പോൾ ഭഗവാൻ തട്ടിപ്പറിച്ചതുപോലെ. എന്താണ് തട്ടിപ്പറയുടെ പിന്നിൽ? അത് സുധാമാവാകുന്ന സുഹൃത്തിന്റെ ഭഗവാന്റെ നിലയുള്ള ഒന്നിച്ചു പഠിച്ചിരുന്ന കാലത്തെ ആ വിട്ടുപിരിയാനാവാത്ത പ്രേമം, ആ പ്രേമത്തോടു കൂടിയ സമീപനമാണ് കൃഷ്ണൻ പിന്നെ വേറൊന്നും നോക്കാറില്ല. ആ പ്രേമിക്കണവരുടെ കൂടെ ഞാൻ എനിക്ക് എന്നെ വിട്ടുപിരിയാനാവാത്ത പ്രേമം നിനക്ക് എന്നോടുണ്ടെങ്കിൽ നിന്നെ വിട്ടുപിരിയാനാവാത്ത പ്രേമം എനിക്ക് നിന്നോടുണ്ട്. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്ത വാത്സല്യം. അത്തരം ഭക്തവാത്സല്യാദികളെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേമ ലീലകളെ, ഭഗവാൻ നടിച്ച കൃഷ്ണാവതാര നാട്യങ്ങളെ, അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നത്. സപ്താഹയജ്ഞത്തിലെ 4-ാം ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കാണ് കൃഷ്ണാവതാരമെങ്കിലും കൃഷ്ണനെ തുടക്കം മുതലേ ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് ആചാര്യന്മാർ വീണ്ടും വീണ്ടും വരച്ചു കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യ സൂത ശൗനക സംവാദമാകുന്ന 3 അധ്യായത്തിൽ തന്നെ സൂതൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു,
ഈ ഭാഗവതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം മറ്റാരുമല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണനാണ് ഇവിടെ ഭാഗവതം മുഴുവനും. അപ്പൊ വരാഹം അവതാരം ചെയ്യുന്ന നരസിംഹാവതാരം 3-ാം ദിവസത്തിൽ, വാമനാവതാരം 4-ാം ദിവസം ഒക്കെ ഉണ്ട്. ആ വാമനായിട്ട് വന്ന ആളും കൃഷ്ണൻ തന്നെയാണ്, വരാഹായിട്ട് വന്ന ആളും കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ വരാഹത്തിന്റെ വേഷം കെട്ടി വരാഹായിട്ടുള്ളൂ. കൃഷ്ണനാണ് ഈ വേഷം കെട്ടുകാരനെന്ന വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി ഭാഗവതത്തിന്റെ ആശയത്തെ പകർന്നു തന്നതായും വലിയ മഹാകവിയാണ് 12-ാം നൂറ്റാണ്ടിൽ ജഗന്നാഥപുരി ക്ഷേത്ര പരിസരത്ത് വന്ന് അവതരിച്ചതായ ജയദേവ മഹാകവികൾ. അദ്ദേഹം ഈ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നതിന്റെ വ്യക്തമായ ചിത്രം നമുക്ക് വരച്ചു കാണിച്ചു തരുന്നതാണ്. വേദാനുദ്ധരതേ ജഗന്തിവഹതേ ഭൂഗോളമുദ്വിഭ്രതേ ദൈത്യം ധാരയതേ ബലിംചലയതേ ക്ഷത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ ഹലം കലയതേ കാരുണ്യമാതന്വതേ മ്ലേച്ഛാൻ മൂർച്ഛയതേ ദശാകൃതികൃതേ കൃഷ്ണായ തുഭ്യം നമായിങ്ങനെ അഷ്ടപതിയിലെ ഗീതഗോവിന്ദ ഭാഗവ്യത്തിലെ 5-ാമത്തെ ശ്ലോകം. ദശാകൃതി, ദശാവതാരങ്ങൾ സ്വീകരിച്ച കൃഷ്ണനായിട്ട് നമസ്കാരം. ദശാവതാരങ്ങളിൽ 9-ാമത്തെയായിട്ടാണല്ലോ നമ്മൾ കൃഷ്ണനെ ധരിച്ചിരിക്കുന്നത്. ആ ധാരണ മാറ്റൂ. ഈ ദശാവതാര വേഷം കെട്ടിയതും കൃഷ്ണനാണ്. വരാഹമായി വേഷം കെട്ടിയതാവട്ടെ, വാമനനായി വേഷം കെട്ടിയതാവട്ടെ, ആ മേക്കപ്പ് അടിച്ചു വെച്ചാൽ കൃഷ്ണനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ഭാഗവത ആശയത്തെ അദ്ദേഹത്തിന്റെ ഗീതഗോവിന്ദ അഷ്ടപതി കാവ്യത്തിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ 9-ാമത്തെ 10 അവതാരങ്ങളും കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ 10-നോ അപ്പുറത്തേക്ക് 11-ആണ് വെച്ചാൽ ആ 10ലേക്ക് വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തതായ അവതാരം കാരുണ്യമാതന്വതേ, കരുണാമയനായി അവതരിച്ച ബുദ്ധാവതാരം. 9-ാമത്തെ അവതാരത്തെ ബുദ്ധാവതാരമായി, കൃഷ്ണാവതാരത്തെ 10-നപ്പുറത്ത് പരിപൂർണതമനായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ബുദ്ധനായിട്ടുള്ള അവതാരത്തെ ഇവിടെ ഭാഗവതത്തിലും സൂതശൗനക സംവാദത്തിന്റെ ആരംഭത്തിൽ അവതാരങ്ങളെ ഓരോന്നോരോന്നായിട്ട് 24ഓളം അവതാരങ്ങളെ 3-ാമത്തെ അധ്യായത്തിൽ, പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അവതാരം ഇത്, 2-ാമത്തെ അവതാരം ഇത് എന്നിങ്ങനെ ഓരോരോ അവതാരങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ അവിടെ ബുദ്ധോ നാമ അജനസുത ഏകടേഷു ഭവിഷ്യതി, ബുദ്ധനായിട്ടിനി അവതരിക്കും, കൽക്കിയായിട്ടിനി അവതരിക്കും. അത് ഭാവിയാണ്. ബുദ്ധാവതാരത്തെ ഭാവിയായിട്ട് പറഞ്ഞിരിക്കുന്നു. കൽക്കി അവതാരത്തെയും കലിയുഗാവസാനം അവതരിക്കുന്ന ശംഭള ഗ്രാമത്തിലെ വിശ്വേശ്വസ എന്ന ബ്രാഹ്മണന്റെ ഹോമകുണ്ടത്തുനിന്നാണ് ഖൽബിയായ, ഖൽബവുമായ, വാളുമായ കുതിരപ്പുറത്ത് അതിവേഗത്തിൽ സഞ്ചരിച്ചു സർവരെയും ഒരു സംഹാര താണ്ഡവം നടത്തുന്നതായ ആ ഖൽബി അവതാരം. എന്നിങ്ങനെ ബുദ്ധാവതാരത്തെയും കൽക്കി അവതാരത്തെയും 9-10 അവതാരങ്ങളായി വർണ്ണിച്ചുകൊണ്ടാണ് ദശാകൃതികളെ കൃഷ്ണായ ഈ ദശാകൃതികളെ സ്വീകരിച്ചതായ കേശവ വാമന ഓരോരോ രൂപങ്ങളായി സ്വീകരിച്ച ആ കൃഷ്ണനെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണനാണ് ഈ എല്ലാ വേഷം കെട്ടുകാരനും. ഈ അവതാര വേഷം കെട്ടുകാരൻ മാത്രമല്ല കേട്ടോ, ഈ ഭൂമിയായിട്ടുള്ള വേഷം കൃഷ്ണന്റെയാണ്. ഭൂമിയായിട്ടുള്ള ദേവിയെ രക്ഷിച്ചുകൊണ്ടായിരുന്നു വരാഹമൂർത്തിയായിട്ടുള്ള അവതാരം. പന്നിയൂര് വരാഹമൂർത്തി ക്ഷേത്രം ഞങ്ങളുടെ നാടിനടുത്താണ്, മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിലാണ്. അവിടെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പുനഃപ്രതിഷ്ഠാദികളാകുന്ന കർമ്മങ്ങൾ, പരശുരാമ ക്ഷേത്രത്തെ കടലിൽ നിന്ന് 'ൽ നിന്ന് 'ൽ 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 'ൽ
ഭൂമിയുടെ മുഴുവനും രക്ഷയ്ക്കായിട്ടുള്ള വരാഹമൂർത്തിയായിട്ടുള്ള ഭൂമിദേവിയെ മടിയിലിരുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വരാഹമൂർത്തി ക്ഷേത്രം. അത്തരത്തിൽ എല്ലാ രൂപങ്ങളും ആ വേഷങ്ങളും മേക്കപ്പ് മാറ്റിയാൽ കാണാവുന്നത് കൃഷ്ണനാണ്. ആ കൃഷ്ണനെയാണ് ഇവിടെ പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ കൃഷ്ണനെയാണ് ഇവിടെ പരമാത്മാവ് എന്ന് പറയുന്നത്. ആ കൃഷ്ണൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ്, ആ കൃഷ്ണനാകുന്ന പ്രേമസ്വരൂപനെ ധ്യാനിച്ചുകൊണ്ടാണ് ഭാഗവതത്തിന്റെ തുടക്കം. നമ്മളെന്തെല്ലാം പറയലായാലും കേൾക്കലായാലും പാടലായാലും പ്രവർത്തിക്കലായാലും നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഭാവം അത് കൃഷ്ണ മയമാക്കി തീർക്കുക. താനെന്താ ഇങ്ങനെ ഓരോന്നും വിചാരിച്ചിരിക്കുന്നത്? ഓരോന്നും വിചാരിച്ചിട്ടില്ല, ഞാൻ കൃഷ്ണനെ വിചാരിച്ചിരിക്കുക. ഈ ദോഷം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലായി കൃഷ്ണ, ഞാൻ ദോഷം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അല്ലേ വിചാരിക്കണം. വിഷമം ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സുകാരനെ കൊണ്ട് തിരുവനന്തപുരം. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, കൃഷ്ണന്റെ നേരെ ഒരു പ്രേമത്തോടു കൂടിയ എനിക്കിഷ്ടമാണ് കേട്ടോ എന്ന തുറന്ന് പഠിക്കണം. ഉള്ളിലൊന്ന് വിചാരിച്ച് പുറമെ വേറൊന്ന് പറഞ്ഞാൽ അതറിയണ ഉള്ളിലിരിക്കുന്ന ആളാണ് ഭഗവാൻ. അന്തര്യാമിയാണ് ഭഗവാൻ, ആത്മസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഉള്ളിലൊരു മറയില്ലാതെ തുറന്ന മനസ്സായി എന്ത് പറഞ്ഞാലാ ഭഗവാൻ അത് കേൾക്കാണ്ടിരുന്നത്? ശ്രീമദ് ഭാഗവതത്തിലെ പല കഥകളും ശ്രദ്ധിക്കൂ. എവിടെയാണ് ഭഗവാൻ? ഭഗവാന്റെ നേരെ തുറന്ന മനസ്സായിട്ട് ചെന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനുണ്ട് എന്ന് പറയാതെ കണ്ടിരുന്നത്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നീ ഏത് പ്രതിസന്ധിയിൽപ്പെട്ടാലും നിന്നോടുകൂടെ ആരൊപ്പമില്ലാതെ ഇരുന്നാലും ഞാനൊപ്പമുണ്ട്. അതാണ് ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവ്. ആ പരമാത്മാവ് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. നമ്മൾ അറിയണില്ല. ജീവാത്മാവായ നമ്മുടെ കൂടെ ആരെല്ലാം നമ്മളെ കൈവിട്ടു പോയാലും കൂടെയുള്ള ആൾ മറ്റാരുമല്ല, പരമാത്മാവ് തന്നെ. ആ പരമാത്മാവാണ് ഈ കൃഷ്ണൻ. ആ കൃഷ്ണനാകുന്ന പരമാത്മാവ് കൂടെയുള്ളത് കൊണ്ടാണ് ജീവാത്മാവായ നമ്മളിങ്ങനെ ജീവിച്ചു പോകും. ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു മൂടൗട്ടായിട്ടുള്ള മറുപടി എങ്ങനെയാണല്ലോ, ഇപ്പൊ എങ്ങനെ അന്നെന്തോ കുറച്ച് കഷ്ടകാലം ഉണ്ടായിരുന്നു കേട്ടുല്ലോ, അന്നൊക്കെ തൽക്കാലം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഭഗവാനുണ്ട്. ഭഗവാൻ കൂടെ ഇല്ലാതെ കൊണ്ട് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ഭഗവാൻ കൂടെ ഉണ്ടായ അവസ്ഥ പെട്ടെന്ന് നമുക്ക് തന്നെ ഒട്ടും ഓർമ്മ ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥയാണത്രേ. ഇപ്പൊ വേണമെങ്കിൽ ഓർക്കാം, ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് ഞാനിവിടെ പറയുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. മനുഷ്യ ജന്മം തന്നിരിക്കുന്നു. ഇതിനൊന്നും പറ്റാത്ത ഒരു വിസ്മൃതി, അതാണ് മൃതി എന്ന മരണമെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു. ഏകാദശസ്കന്ധത്തിൽ ഉദ്ധവനോട് പറയുന്നതായ വരികളിൽ 22-ാമത്തെ അധ്യായമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉദ്ധവ, മൃത്യുവിൽ അത്യന്ത വിസ്മൃതിയാണ് മൃത്യു. എല്ലാ മെമ്മറിയും ഡിലീറ്റ് ആവലാണ് മൃത്യു. അറിയാതെ ടച്ച് ഫോണും കൈകാര്യം ചെയ്യാൻ വെച്ചാൽ എവിടെയെങ്കിലും അയ്യോ ഒക്കെ പോയിട്ടാണ് ആ മെമ്മറി കാർഡിൽ നിന്ന് പോയി എന്ന മാതിരിയുള്ളതായ എല്ലാം പോവലാണ്. ഈ ഉള്ളിലുള്ള എല്ലാ ഞാനെന്ന എൻ്റെ എന്നുള്ള ജീവനോടുകൂടി കണക്ഷനായിട്ടുള്ളതായ എല്ലാം വിസ്മൃതിയാവലാണ് മരണമെങ്കിൽ. ആ മൃത്യുവിനെ ജയിക്കാനുള്ള വഴി ഭാഗവതം തന്നെ പറയുന്നു. ശ്രീ മഹർഷി പരീക്ഷിത്തിനോടായിട്ടുള്ള ഉപദേശത്തിന്റെ തുടക്കത്തിൽ പറയണു, അന്തേ നാരായണ സ്മൃതി. അന്ത്യസമയത്ത് നാരായണ സ്മൃതി ഉണ്ടായാൽ അവർക്ക് പിന്നെ മൃതിയില്ല, അവർക്ക് പിന്നെ മൃത്യുവില്ല, അവരെ കാലം പിടികൂടുന്നില്ല, അവർക്ക് പിന്നെ കാലക്കേടുകളില്ല. ഈ കാലചക്രത്തിൽ കിടന്ന് വട്ടം തിരിയുന്ന ജീവനായിട്ട് അവര് വട്ടം തിരിയുന്നില്ല, പരമാത്മാവിലേക്ക് അവര് ലയിക്കുന്നു. അമ്പേ നാരായണ സ്മൃതി. അതേസമയത്ത് ആ നാരായണ സ്മൃതി ഉണ്ടാവാനുള്ള ഒരു കോച്ചിങ്ങാണ്
ഭാഗവത ശ്രവണാദി കീർത്തനാദികളാകുന്ന ഇത്തരം സത്സംഗങ്ങൾ, സപ്താഹൈക്യ വേദികൾ വീണ്ടും 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 കേട്ട് 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 നമുക്ക് ഇതല്ലാണ്ട് വേറൊന്നും ഇനി പറയാൻ വിശല്ലാത്തൊരവസ്ഥ. എന്തെങ്കിലും പറയാൻ പുറപ്പെട്ട അതൊക്കെ ഭാഗവതമായിട്ട് മാറും. അത്തരത്തിൽ ഭാഗവതത്തിന്റെ മുഴുവനും ആ ആശയങ്ങൾ ഉള്ളിലങ്ങനെ അലയടിക്കുന്ന ഒരു മാനസിക അവസ്ഥയിൽ, പരമാനന്ദത്തിൽ പിന്നെ സ്വർഗം വേണോ, വൈകുണ്ഠം വേണോ, ഒന്നും വേണ്ട. ഭഗവാനിലുള്ള പ്രേമം അത് മാത്രം മതി. ആ പ്രേമത്തെ, കൃഷ്ണഭക്തിയെ, ആ ശ്രീകൃഷ്ണ പരമാനന്ദത്തെ ആസ്വദിച്ച് അനുഭവിച്ചവരായ അവരെ ആരും ഇനി മോക്ഷം പോലും വേണ്ട എന്ന് പറയുന്നു. സുദാമാവിനെ പോലെയുള്ളവർ പ്രാർത്ഥിക്കുന്നു, ജന്മനി ജന്മനി സിയാൽ, ഇനിയും ജന്മം തരണേ കൃഷ്ണനെ സ്നേഹിക്കാനായിട്ട്. കൃഷ്ണൻ മധുരയ്ക്ക് പോവുകയായി, ഞങ്ങൾ ഈ കൂടി കൊണ്ടുപോകില്ലേ എന്നൊക്കാം. പിന്നാലെ പോകാനായി പുറപ്പെട്ട ഗോപികമാരോട് ഭഗവാൻ, നിങ്ങളൊക്കെ പിന്നാലെ വന്ന അവിടെ ഡാൻസൊന്നും പറ്റില്ല, അവിടെ എല്ലാം മാമൻ കഥ കഴിച്ചിട്ട് കാര്യങ്ങൾ കുറവുണ്ട്, അതുകൊണ്ട് അവിടെ പോയിട്ട് ഡാൻസ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നാലെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് വിഷമം, അതുകൊണ്ട് നിങ്ങളൊന്നും പോരണ്ട കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ പോകുന്ന സ്ഥലമില്ല, ഇവിടെയും ഉണ്ട്. അവിടെയും ഭഗവാൻ ഉള്ളതായിട്ടാണ് അവർക്ക് അനുഭവം. മധുരയ്ക്ക് ഭഗവാൻ പോയതായിട്ട് അവർ വിചാരിക്കുന്നില്ല. കൃഷ്ണന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് പോകാൻ പറ്റില്ല. അത്ര കൃഷ്ണനോട് ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു, കൃഷ്ണന് ഞങ്ങളോടും സ്നേഹമായിരുന്നു. ആ പ്രേമത്തിൽ മുഴുകിക്കൊണ്ടാണ് വൃന്ദാവന നിവാസികളായ ഗോപാലന്മാർ മാത്രമല്ല, വൃക്ഷലതാദികളാകുന്ന, പക്ഷിമൃഗാദികളാകുന്ന, ഗോവർദ്ധന പർവ്വതാദികളാകുന്നവർ പോലും അവിടെ വസിക്കുന്നത്. ഭഗവാനെ പ്രേമിച്ച് പ്രേമിച്ച് മതിവരാത്ത മനസ്സോടുകൂടിയവരാണ് അവര്. പ്രേമം എന്തായെന്ന് തിരിച്ചറിയാൻ പ്രഭാഷണം കുറെ കേട്ടാലാവുമെങ്കിലും ആ വൃന്ദാവനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തിയറിയായിട്ടല്ല, പ്രാക്ടിക്കലായിട്ട് അനുഭവപ്പെടും. ഭക്തി നൃത്യതി, അവിടെ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി, രാധാറാണിയോടുകൂടി, ആ രാധ മഹാറാണിയുടെ നാടായ കൃഷ്ണനോട് കൂടിയിട്ടാണ് അന്ന് രാധാറാണി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാറുണ്ട്. കൃഷ്ണനുള്ളപ്പോൾ തന്നെ രാധാറാണിയോട് ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നേക്കാൾ രാധാറാണിക്കാണ് കൂടുതൽ നല്ലത്. ഞാനൊപ്പം കൃഷ്ണനവിടെ അവതരിച്ച് 12 യമുനാ തീര വനങ്ങളിൽ കാലിമേച്ചുകൊണ്ട്, കാട്ടിൽ കാലിമേച്ചുകൊണ്ട്, ഓടക്കുഴൽ വിളിച്ചുകൊണ്ട്, രാധാറാണിയെപ്പോലെ അനേക ഗേൾ ഫ്രണ്ട്സിനോട് കൂടിയിട്ട്, അവരുടെയൊക്കെ ബോയ് ഫ്രണ്ട്സായിട്ടുള്ള അനേക ഭഗവാന്റെ ഗോപന്മാരാകുന്ന കൂട്ടുകാരോട് കൂടിയിട്ടുള്ള ആ കുട്ടിക്കാലം, ആ LP ക്ലാസ്സുകളിലെ, നമ്മുടെ ഇവിടെ LP ക്ലാസ്സുകളിലെ പ്രായം പറയട്ടെ, 7ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതിന് മുൻപുള്ള, 5ാം ക്ലാസ്സിലേക്ക് തന്നെ കടന്നു വരുന്നതിന് മുൻപുള്ള അത്തരത്തിൽ 10-11 താരുണ്യ ആരംഭരമ്യ പ്രായക്കാലം ഭഗവാൻ അവിടെ കൂട്ടുകാരായവരായ പശുക്കുട്ടികളായവരായ യമുനാ നദിയാകുന്ന പ്രവാഹമായ ഗോവർദ്ധന പർവ്വതമാകുന്ന പ്രകൃതിയെ മുഴുവൻ പ്രേമിച്ചു. ആ പ്രേമം മതിവരാതെ അവരിന്നും രാധേ രാധേ എന്നും, കൃഷ്ണ കൃഷ്ണ എന്നും, ശ്യാമ ശ്യാമ എന്നും നാമം ജപിച്ചുകൊണ്ട് കഴിയുന്നു. ഈ ജീവിതത്തിൽ മതിവരാത്തതായിട്ടൊന്നുണ്ടെങ്കിൽ അത് പ്രേമം മാത്രമാണ്. ലൗകികമായിട്ടാണെങ്കിൽ പോലും നമുക്ക് ബുദ്ധി വരില്ല. ലൗകികമായിട്ടുള്ള പ്രേമം മതിവരാത്തത് കൊണ്ടാണ് വയസ്സാകുന്നു, തലമുടി നരയ്ക്കുന്നു, എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്തുകൊണ്ട് ആദ്യ ചെറുപ്പക്കാരനാകുക എന്നൊക്കെ ഉള്ളതായി നമ്മുടേതായ ആ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ഇന്ന് അത്രയധികം മാർക്കറ്റില് ഡിമാൻഡ് ഉണ്ടാകാൻ കാരണം ജീവിച്ചു മതിവരാത്തതായ മതി പോലും, ഈ ലൗകിക ജീവിതങ്ങൾ ആസ്വദിക്കുന്ന മതി പോലും ഇത്ര മതിവരാത്തതാണ് എങ്കിൽ കൃഷ്ണനെ പ്രേമിച്ചാലും ഉണ്ടാവുന്നതായ മതി മനസ്സ് ഒരിക്കലും അതിനൊരു മതിവരലില്ല. ആ മനസ്സിന്റെ ആനന്ദത്തിനൊരു അവസാനമില്ല. ആനന്ദം പരമാനന്ദമായിട്ട് നമ്മളെ ആനന്ദ സാഗരത്തിൽ ആറാടിച്ചുകൊണ്ടേയിരിക്കും. ആ കൃഷ്ണ പ്രേമത്തെ വിവരിക്കൂ എന്ന
വേദവ്യാസന്റെ വിഷാദം തീർത്തുകൊണ്ട് നാരദ മഹർഷി വേദവ്യാസന് ഭാഗവതം ഉപദേശിച്ചു. വേദവ്യാസൻ തന്റെ പുത്രനായ ശുകമഹർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു. ശുകമഹർഷി ഗംഗാതീരത്തെത്തിയിട്ട് കലിയുഗാരംഭത്തിലെ ഭാരത ചക്രവർത്തിയായ പരീക്ഷത്തിനോടായിട്ടുള്ളത് അദ്ദേഹത്തിന് 7 ദിവസമേ ആയുസ്സുള്ളൂ എന്നതുകൊണ്ട് സപ്താഹമായിട്ട് പാടിക്കവച്ചു. അങ്ങനെയാണ് ഈ ഭാഗവത് സപ്താഹയജ്ഞത്തിന്റെ ഒരു കലിയുഗ ആരംഭത്തിലെ തുടക്കം. ഇന്ന് നമ്മളിവിടെ ആദ്യ ദിവസം അധ്യായങ്ങളിലെയും ദ്വിതീയ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം മുതൽ ഇനിയുടെ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഒരു മണിക്കൂർ കൂടി ഒരു 11 വരെയൊക്കെ വീണ്ടും പാരായണം തുടർന്ന് 11 ശേഷം വീണ്ടും ഒരു പ്രഭാഷണം കൂടി. ഉച്ചയ്ക്ക് മുൻപ് 2 പ്രഭാഷണമായിട്ടും ഉച്ചയ്ക്ക് ശേഷം 2 പ്രഭാഷണമായിട്ടും ആചാര്യന്മാരായ പലരും വരുന്നു. കൺമണി കൃഷ്ണേട്ടൻ രാഘവപ്പോഴും കൂടി വരാമെന്നാണ് പറഞ്ഞേർന്നത്. ചെറിയൊരു വിശ്രമം കൃഷ്ണേട്ടന് വേണ്ടതുകൊണ്ട് രാഘവപ്പോഴോട് കൂടിയിട്ട് അവർ ഗുരുവായൂരിൽ 1-ാം തീയതി മഹാത്മ്യമായും കൊണ്ട് എത്രയോ ഇത് 50 വർഷമായിച്ചാൽ ഏകദേശം അത്രത്തോളം തന്നെ വർഷങ്ങളായി കാണും. വാഴകുന്നം സ്മരണാർത്ഥം ഗുരുവായൂരപ്പന്റെ ഭൂലോക വൈകുണ്ഠത്തിലും ആ സപ്താഹം നടന്നു വരുന്നു. അതിനായി കൃഷ്ണേട്ടൻ അങ്ങോട്ട് പോകണ വഴിക്കോട് വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. യാത്രകൾ കൂടുതൽ വയ്യ എന്ന് പറഞ്ഞ് നേരെ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് വിട്ടു. ഗുരുവായൂരപ്പനെ കുറിച്ച് മേശാന്തിയായിട്ടുള്ള സുഹൃത്ത് കലിയത്ത് പരമേശ്വരന്റെ ഇങ്ങോട്ട് അടുത്ത പ്രഭാഷണത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.